ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് തുടങ്ങാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാട്ടർ അനാലിസിസ് ആണ്. വാട്ടർ അനാലിസിസിൽ 3 ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കൽ അനാലിസിസ്, കെമിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ ബയോളജിക്കൽ അനാലിസിസ്. അല്ലെങ്കിൽ ഫിസിക്കൽ അനാലിസിസും ബയോളജിക്കൽ അനാലിസിസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നോക്കിയായിരുന്നു. നമുക്ക് കെമിക്കൽ അനാലിസിസ് എന്താന്ന് നോക്കാം. ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. കെമിക്കൽ അനാലിസിസ്. കെമിക്കൽ അനാലിസിസിൽ കുറെ റേഞ്ച് ആണ് വരുന്നത്. ടോട്ടൽ സോളിഡ്സിന്റെ, ഹാർഡ്നെസിന്റെ, അങ്ങനെ കുറെ റേഞ്ച് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ടേബിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ യെല്ലോ ആയിട്ട് ഷെയ്ഡ് ചെയ്തേക്കണ പോർഷൻ നന്നായിട്ട് പഠിക്കണം. ആ റേഞ്ച് എപ്പോഴും ചോദിക്കാറുള്ളതാ. അപ്പൊ അത് ഏറ്റവും അവസാനമായിട്ട് റിവൈസ് ചെയ്ത് എന്റെ ഒരു ടേബിൾ ആണ് തരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ പറയുമ്പോഴാണെങ്കിലും കുറച്ച് വാല്യൂസ് ഈ ഓരോന്നിന്റെ റേഞ്ച് പല ടെക്സ്റ്റിലും പലതൊക്കെയാ. പിന്നെ നമ്മൾ ആ ടേബിളിലുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് റിവൈസ്ഡ് ആയിട്ട് തന്നിട്ടുള്ളത്. നിങ്ങളത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കുറെ നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ലിമിറ്റും പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റും ചോദിക്കാറുണ്ട്. അതില് അവര് ചിലപ്പോ ചുമ്മാ ലിമിറ്റ് എന്ന് പറഞ്ഞു, ലിമിറ്റ് ഓഫ് pH ഇൻ പോർട്ടബിൾ വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിലുള്ള pHന്റെ ലിമിറ്റ് അങ്ങനെ ചോദിക്കും. ചിലപ്പോൾ പെർമിസിബിളിന് എടുത്ത് വെക്കും, ചിലപ്പോൾ ഡിസൈറബിളിന് എടുത്ത് വെക്കും. അതൊക്കെ ആ ടേബിളിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതൊന്ന് ശരിക്കും നോട്ട് ചെയ്യണേ. അത് ചോദിക്കാറുള്ളത് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യമേ ടോട്ടൽ സോളിഡ്സിന്റെ നോക്കാം. ടോട്ടൽ സോളിഡ്സ്. ഫസ്റ്റ് ടോട്ടൽ സോളിഡ്സ്. ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്, അതുപോലെ തന്നെ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ്. ഇങ്ങനെ 3 ടൈപ്പ് ഉള്ള ഇമ്പ്യൂരിറ്റീസ് പഠിച്ചായിരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി സമ്മാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മീൻ ചെയ്യണത് കേട്ടോ. ടോട്ടൽ സോളിഡ്സ്. അപ്പൊ അതിന്റെ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ലിമിറ്റ് പറയുന്നത് 500 ആണ്. പെർമിസിബിൾ ടോട്ടൽ സോളിഡ്സ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറയുന്നത് 500 ആണ് നമ്മൾ ലിമിറ്റ് പറയുന്നത്. അത് തന്നെ നമ്മള് ചിലപ്പോൾ ടോട്ടൽ സോളിഡ്സ് പെർമിസിബിൾ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ 1000 ആൻസർ വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞത് ആ ടേബിൾ നിങ്ങൾ ഒന്ന് നോക്കണം. അപ്പൊ അതനുസരിച്ച് കുറച്ച് വാല്യൂസിന് വ്യത്യാസം ഉണ്ടാവും. അത് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഓരോ ടെക്സ്റ്റിലും ഒരേ ലിമിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ക്ലിയർ എന്ന് പറയുന്നത് ആ ടേബിൾ ആയിരിക്കും ഏറ്റവും അവസാനമായിട്ട് റിവൈസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് നോക്കണം എന്ന് പറഞ്ഞു. ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ 3 സോളിഡ്സിന്റെയും കൂടി സമ്മാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 500 ആണ് കൊടുത്തേക്കണത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു, അതിന്റെ അകത്ത് 1000 ആണ് ആ പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ് വന്നത്. അപ്പൊ നിങ്ങൾ ഡിസൈറബിൾ ആയിട്ടുള്ളത് പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇത് 500 ppm പാർട്സ് പെർ മില്യനാണ് ടോട്ടൽ സോളിഡ്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും കൂടരുതെന്നാണ് പറയുന്നത്. 500 ppm കൂടരുത്. ഇനി അടുത്തതാണ് ക്ലോറൈഡ്സ്. സെക്കൻഡ് വൺ ക്ലോറൈഡ്സ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. പോർട്ടബിൾ വാട്ടറിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഡിസൈറബിൾ ആയിട്ടുള്ള ക്ലോറൈഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 250 mg/ലിറ്റർ. അല്ലെങ്കിൽ mg/ലിറ്റർ തന്നെ നമുക്ക് പാർട്സ് പെർ മില്യൺ എന്ന് പറയാം. പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാ. മില്യണിൽ ഇത്ര പാർട്സ്. ഇതിപ്പോ 1 ലിറ്ററിൽ ഇത്രയും mg. അപ്പൊ mg/ലിറ്റർ നമുക്ക് പാർട്സ് പെർ മില്യൺ കാണാം കേട്ടോ. 250 mg/ലിറ്റർ അല്ലെങ്കിൽ 250 ppm ക്ലോറൈഡ്സ്. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ക്ലോറൈഡ്സിന്റെ ഡിസൈറബിൾ ലെവല്. ഇനി ക്ലോറൈഡ്സിന്റെ ലെവൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പൊട്ടാസ്യം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പൊട്ടാസ്യം ക്രോമേറ്റ് ഇൻഡിക്കേറ്ററും ആയിട്ട് ടൈട്രേഷൻ നടത്തിയിട്ടാണ് ക്ലോറൈഡിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതാണ് ചോദിക്കാറ്. 250 mg/ലിറ്റർ എന്നുള്ള വാല്യൂ ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കെമിക്കൽ അനാലിസിസിൽ വരുന്നതാണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ്സിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്തിനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ എയുടെ ലെവലൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അത് നമുക്ക് ഹാർഡ്നെസ്.
തേർഡ് വൺ ആണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെയൊക്കെ പ്രസൻസ് കൊണ്ട് ഹാർഡ്നെസ് ഉണ്ടാവണത്? രണ്ട് തരത്തിലുള്ള ഹാർഡ്നെസ് ഉണ്ട്. മെയിൻ ആയിട്ട് ഹാർഡ്നെസ്സിനെ പെർമനന്റ് ഹാർഡ്നെസ് എന്നും അതുപോലെ തന്നെ ടെമ്പററി ഹാർഡ്നെസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ടെമ്പററിയും പെർമനന്റും. അപ്പൊ ഈ ഹാർഡ്നെസ് ഉണ്ടാവുന്നത്, ഹാർഡ്നെസ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് കാർബണേറ്റ്സ്, ബൈകാർബണേറ്റ്സ്, അതുപോലെ നൈട്രേറ്റ്സ്, ക്ലോറൈഡ്സ്, പിന്നെ സൾഫേറ്റ്സ്. ഇതെല്ലാം പഠിക്കണം കേട്ടോ. സൾഫേറ്റ്സ് ഓഫ് ഏതിന്റെയാണ്? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ്സിന്റെയും ബൈകാർബണേറ്റ്സിന്റെയും നൈട്രേറ്റ്സ്, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് ഇതിന്റെ പ്രസൻസ് പോലാണ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, പെർമനന്റ് ഹാർഡ്നെസ്സും അതുപോലെ തന്നെ ടെമ്പററി ഹാർഡ്നെസ്സും. ഇനി പെർമനന്റ് ഹാർഡ്നെസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കും. നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ്സിനെ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കും. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ്, എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ്, ഇതിൽ ഏതിന്റെ പ്രസൻസ് കൊണ്ടാണ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സും ഏതിന്റെ പ്രസൻസ് കൊണ്ടാണ് കാർബണേറ്റ് ഹാർഡ്നെസ്സും ഫോം ചെയ്യണേന്ന്. കാർബണേറ്റ് ഹാർഡ്നെസ്, കാർബണേറ്റ് ഹാർഡ്നെസിന്റെ പേര് തന്നെ ഉണ്ടല്ലോ. കാർബണേറ്റ് ഹാർഡ്നെസിന്റെ പേര് തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ടുണ്ടാവുന്നത്? കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാർബണേറ്റ്സിന്റെയും ബൈകാർബണേറ്റ്സിന്റെയും ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അങ്ങനെയാണെങ്കിൽ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നൈട്രേറ്റ്സ്, സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഇത് നിങ്ങൾ തിരിഞ്ഞു പോകാതെ പഠിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു രണ്ട് ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റും ഉണ്ട്, ടെമ്പററി ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സിന് വേറൊരു പേരാണ് കാർബണേറ്റ് ഹാർഡ്നെസ്. അത് നോട്ട് ചെയ്ത് പഠിക്കണേ. ഇനി പെർമനന്റിന്റെ വേറൊരു പേരാണ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഇനി കാർബണേറ്റിന്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസിന്റെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാർബണേറ്റ് എന്നുള്ള പേരുള്ളത് തന്നെ കാർബണേറ്റ്, കാൽഷ്യത്തിന്റെ, മഗ്നീഷ്യത്തിന്റെ, കാർബണേറ്റ്സിന്റെ, ബൈകാർബണേറ്റ്സിന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ടെമ്പററി ഹാർഡ്നെസ്. അതേസമയം പെർമനന്റ് ഹാർഡ്നെസ് കാൽഷ്യത്തിന്റെ, മഗ്നീഷ്യത്തിന്റെ, നൈട്രേറ്റ്സ്, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് ഇതിന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അകത്ത് ഏതിന്റെ പ്രസൻസ് കൊണ്ടാണ് ഹാർഡ്നെസ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് വരുന്നത് ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ്, പിന്നെ ഇതിലൊന്നും പെടാത്ത വേറൊരു 3 ഓപ്ഷൻ കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ് എന്ന് കൊടുത്തിട്ട് അത് ബാക്കി 3 ഓപ്ഷനും ഇതിലൊന്നും പെടാത്ത കൊടുക്കും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് ഹാർഡ്നെസ് ഏതുകൊണ്ടാണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഓപ്ഷനിൽ ചിലപ്പോ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം എന്നും ഉണ്ടാവും, അതുപോലെ ഏതെങ്കിലും കാൽഷ്യം കാർബണേറ്റ് എന്നും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരരുത്. ഇത് നമ്മുടെ വാട്ടറിലെ ഹാർഡ്നെസ് ഫോം ചെയ്യുന്നത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നതാണ് ഓരോന്നിന്റെയും കാർബണേറ്റ്, ബൈകാർബണേറ്റ്, നൈട്രേറ്റ്സ്, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്. പക്ഷെ മെയിൻ ആയിട്ട് എന്താണ്? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അപ്പൊ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമ്മൾ കാണുമ്പോൾ തന്നെ കാർബണേറ്റ് കണ്ടു എന്ന് ഓർത്ത് അതുകൊണ്ട് വേണം ഹാർഡ്നെസ് ഉണ്ടാവണമെന്ന് പറഞ്ഞ് ആൻസർ ചെയ്തത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലി ബോയിലിംഗ് വഴി നമുക്ക് റിമൂവ് ചെയ്യാം. ടെമ്പററി ഹാർഡ്നെസ് സിംപ്ലി ബോയിലിംഗ് വഴി റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ലൈം ആഡ് ചെയ്തിട്ട്. ലൈം ആഡ് ചെയ്തു നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. പക്ഷെ മെയിൻ ആയിട്ടുള്ളത് ബോയിലിംഗ് ആണ്. ബോയിലിംഗ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. കാരണം ഇനി പെർമനന്റ് ഹാർഡ്നെസിന്റെ കേസ് പറയുമ്പോഴും അവിടെ ഒരു ലൈം സോഡ പ്രോസസ്സ് വരുന്നുണ്ട്. അതും ഇത് സെയിം അല്ല കേട്ടോ. അപ്പൊ ചെറിയ എമൗണ്ടിൽ നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ് ആണ് സിംപ്ലി ലൈം ആഡ് ചെയ്തിട്ട്.
അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ബോയിലിംഗ് ആണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇനി പെർമനന്റ് ഹാർനസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേരുകളുണ്ട്. ലൈം സോഡ പ്രോസസ്, ഇതിന്റെ പേരെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണേ. ലൈം സോഡ പ്രോസസ്, പിന്നെ സിയോലൈറ്റ് പ്രോസസ്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ചോദിക്കാറ്. സിയോലൈറ്റ് പ്രോസസ്, ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്, അതുപോലെ തന്നെ ഡീമിനറലൈസേഷൻ ഓർ ഡി അയണൈസേഷൻ പ്രോസസ്. അതിൽ ലൈം സോഡയും സിയോലൈറ്റും പ്രത്യേകം നോട്ട് ചെയ്ത് ഓർത്തിരിക്കണേ. ഇനി ചോദിക്കാറ് ഹാർഡ്നെസ്. ഇപ്പൊ ഈ ഏത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹാർഡ്നെസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവണമെന്നില്ല. അതിൽ സിയോലൈറ്റിന്റെ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 mg/ലിറ്റർ എന്നുള്ള ആ ഒരു ലിമിറ്റിലേക്ക് ഹാർഡ്നെസ് കൊണ്ടുവരാൻ പറ്റും. ഒട്ടും ഹാർഡ്നെസ് ഇല്ലാതെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നത് സിയോലൈറ്റ് പ്രോസസ്സ് യൂസ് ചെയ്താണ്. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് കൺസിഡർ ചെയ്യണത് ഒരു 75 ppm കുറവ് ഹാർഡ്നെസ് ഉള്ള വാട്ടറിനെയൊക്കെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ചിലപ്പോൾ അത് 50 ppm കുറവുള്ളതിനെയും സോഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ചില ടെക്സ്റ്റ് പറയുന്നുണ്ട്. പിന്നെ സിയോലൈറ്റ് എന്താന്ന്? ഈ സിയോലൈറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അലുമിന സിലിക്കേറ്റ് ആണ്. സിയോലൈറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അലുമിന സിലിക്കേറ്റ്. ഇത് വല്ലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. സിയോലൈറ്റ് എന്താന്ന്? ഹൈഡ്രേറ്റഡ് അലുമിന സിലിക്കേറ്റ് ആണ്. നമുക്ക് ഇത്രയാണ് ഹാർഡ്നെസ്സിന് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനിയുണ്ട് 2-3 പോയിന്റുകൾ പറയാം. അപ്പൊ ഹാർഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണേറ്റ്സ്, ബൈകാർബണേറ്റ്സ്, നൈട്രേറ്റ്സ്, സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡൈവാലന്റ് കാറ്റിയോൺസ് ആണ്. Ca2+ഉം Mg2+ഉം ഡൈവാലന്റ് ആയിട്ടുള്ള കാറ്റിയോൺസില് ഈ ഇത്രയും ഇതിന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഹാർഡ്നെസ്. അത് നമുക്ക് രണ്ടായിട്ട് റിമൂവ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ടെമ്പററിയും പെർമനന്റും. ടെമ്പററിയിൽ വരുന്നതാണ് കാർബണേറ്റിന്റെയും ബൈകാർബണേറ്റ്സിന്റെയും പ്രസൻസ് കൊണ്ട്. ക്ലോറൈഡ്സിന്റെയും സൾഫേറ്റ്സിന്റെയും നൈട്രേറ്റ്സിന്റെയും പ്രസന്റ് ആണെങ്കിൽ അത് പെർമനന്റ്. പെർമനന്റിന് തന്നെയാണ് നോൺ കാർബണേറ്റ്. അതിനകത്ത് കാർബണേറ്റ് ഇല്ല. ടെമ്പററിനെ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നു. പിന്നെ റിമൂവ് ചെയ്യാൻ ടെമ്പററി ഹാർഡ്നെസ് മെയിൻ ആയിട്ട് റിമൂവ് ചെയ്യുന്നത് സിംപ്ലി ബോയിലിംഗ്. ഇതിന് 4 പ്രോസസ്സാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനിയും വേറെ പ്രോസസ് ഉണ്ട്. ലൈം സോഡ പ്രോസസ്, സിയോലൈറ്റ് പ്രോസസ്സും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സിയോലൈറ്റ് പ്രോസസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 0 mg/ലിറ്റർ ആ ഒരു ലിമിറ്റിലേക്ക് ഹാർഡ്നെസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിയോലൈറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അലുമിന സിലിക്കേറ്റ് ആണ്. പിന്നെ എന്താ പറഞ്ഞേ? പിന്നെ 4 പ്രോസസ്സിന്റെ പേര് ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ടൈട്രേഷൻ ചെയ്യും. ഹാർഡ്നെസ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിടെക്കിന് പഠിക്കുമ്പോൾ ഹാർഡ്നെസ് ലാബിൽ, എൻവയോൺമെന്റൽ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യണത് അവിടെ എറിക്രോം ബ്ലാക്ക് ടീ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യണത്. എന്നിട്ട് വൈൻ റെഡ് കളറൊക്കെ ആവുന്നത്. അപ്പൊ ടൈട്രേഷന് വേണ്ടി യൂസ് ചെയ്യണ ഇൻഡിക്കേറ്ററിന്റെ പേര് ഓർത്തിരിക്കുക. ആ മെത്തേഡിന് എന്തെന്ന് പറയണ EDTA മെത്തേഡ്. EDTA മെത്തേഡാണ് ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എറിക്രോം ബ്ലാക്ക് ടീ. എറിക്രോം ബ്ലാക്ക് ടീ അതാണ് ഇൻഡിക്കേറ്റർ. ഇത് ഒരു വൈൻ റെഡ് ആയിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നത്. അത് ആ രണ്ട് ഇത് EDTA മെത്തേഡ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ എക്സസീവ് ആയിട്ട് ഹാർഡ്നെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബോയിലേഴ്സിലൊക്കെ, വലിയ പ്ലാന്റിലൊക്കെ ബോയിലേഴ്സിലൊക്കെ സ്കെയിൽസ് ഫോം ചെയ്യും. പിന്നെന്താ, നമുക്ക് സോപ്പിന്റെ ലാദർ ഫോം ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ പൈപ്പ് ലൈൻസിലൊക്കെ ഇൻക്രസ്റ്റേഷനും കൊറോഷനും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇൻക്രസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആൽക്കലി സോൾട്സിന്റെ ഡെപ്പോസിഷൻ. അങ്ങനെ പൈപ്പ് ലൈൻസിലൊക്കെ ഇൻക്രസ്റ്റേഷനും അതുപോലെ തന്നെ കൊറോഷനും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഹാർഡ്നെസ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പററിയുടെ പെർമനന്റിന്റെ കൂടി സമ്മേഷൻ ആണ്. ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു ഇതിന്റെ രണ്ടിന്റെ കൂടി സമ്മേഷൻ, പെർമനന്റ് പ്ലസ് ടെമ്പററി. ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഒരു 3 മെത്തേഡിന്റെ പേര് അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാം കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും പേര് അറിഞ്ഞിരിക്കാം. 3 മെത്തേഡ് ഉണ്ട് ടോട്ടൽ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. അത് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാർക്സ് മെത്തേഡ്, ഹെഹനെസ് മെത്തേഡ്, the third one ബേഴ്സണേറ്റ് മെത്തേഡ്.
അങ്ങനെ ഒരു 3 മെത്തേഡാണ് നമുക്ക് ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. ഏത് ഹാർഡ്നെസ്? ടോട്ടൽ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ള 3 മെത്തേഡ്. പേര് ഓർത്തിരിക്കുക: ക്ലാർക്സ് മെത്തേഡ്, ഹെഹനേസ് മെത്തേഡ് ആൻഡ് വേഴ്സനേജ് മെത്തേഡ്. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ട് ഹാർഡ്നെസ്സിലുള്ളത്. ഇനി ഹാർഡ്നെസിന്റെ ഒരു പ്രോബ്ലം, എയുടെ ലെവലൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആട്ടോ. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ജസ്റ്റ് ഞാൻ പറയാം. ഈ ടോട്ടൽ സോളിഡ്സിൽ വേറെ ഒന്നും നോക്കിയില്ലെങ്കിൽ ഹാർഡ്നെസ് ജസ്റ്റ് നോക്കിയിട്ട് പോട്ടെ എക്സാമിന് പോകുമ്പോ. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ ആൽക്കലിനിറ്റി ഓഫ് വാട്ടർ ഈസ് 50 mg/L and total hardness is 250 mg/L, the carbonate hardness in the water is. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ആൽക്കലിനിറ്റി. ഓവർസിയറിന്റെ ഒന്നും ലെവല് ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ. ആൽക്കലിനിറ്റിയിലെ വാട്ടറിലെ ആൽക്കലിനിറ്റിയുടെ ലെവൽ എന്ന് പറയുന്നത് 50 mg/L ആണ്. പിന്നെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ടോട്ടൽ ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് തന്നേക്കുന്നത് 250 mg/L ആണ്. അങ്ങനെയാണെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽക്കലിനിറ്റി 50 mg/L, ടോട്ടൽ ഹാർഡ്നെസ് വന്നിട്ടുണ്ട് 250 mg/L. അങ്ങനെയാണെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. ഇനി ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ ഹാർഡ്നെസ് എന്തായിരുന്നു? ടോട്ടൽ ഹാർഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസിന്റെ അതുപോലെ തന്നെ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ടെമ്പററിയുടെയും പെർമനന്റിന്റെ സമ്മേഷൻ ആയിരുന്നു. നമുക്ക് തന്നേക്കണ ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആസ് കാർബണേറ്റ് ഹാർഡ്നെസ് ആണ്. അത്ര സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ആൽക്കലിനിറ്റി ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നെസ്. ഇതിന്റെ ആൻസർ എന്താ? കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് 50 mg/L ആയിരിക്കും. ആൽക്കലിനിറ്റി ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നെസ്. Therefore കാർബണേറ്റ് ഹാർഡ്നെസ് എത്രയായിരിക്കും? ആൽക്കലിനിറ്റി തന്നിട്ടുണ്ട് 50 mg/L എന്ന്. അപ്പൊ കാർബണേറ്റ് ഹാർഡ്നെസ് എത്രയായിരിക്കും? 50 mg/L ആയിരിക്കും. ഇങ്ങനെ വരാൻ ക്വസ്റ്റ്യൻ ഒരു ടൈപ്പ് ഇങ്ങനെ വരും. പിന്നെ നമുക്ക് എളുപ്പം തന്നിട്ടുണ്ടാവുന്നത് ഇതിന്റെ അകത്ത് ടോട്ടൽ ഹാർഡ്നെസ് തന്നിട്ടുണ്ടാവും, അല്ല ചിലപ്പോൾ ആൽക്കലിനിറ്റി നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെ സമ്മേഷൻ അല്ലേ. അപ്പൊ നമുക്ക് ആൽക്കലിനിറ്റി നോൺ കാർബണേറ്റും അറിയാമെങ്കിൽ അപ്പൊ ആൽക്കലിനിറ്റി ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നെസ്. അപ്പോ ഇത് രണ്ടിന്റെയും കൂടെ സമ്മേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാം. അതങ്ങനെ 3 രീതിയിൽ തിരിച്ചു മറിച്ചും ചോദിക്കും. അങ്ങനെയാണ് ഹാർഡ്നെസ് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ളത് ആൽക്കലിനിറ്റി ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നെസ്, പിന്നെ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സമ്മേഷൻ ആണെന്ന് ഓർത്തിരിക്കാം. പ്രോബ്ലം ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒരു ചാറ്റ് ബോക്സിൽ ഇടോ, ഒരു എസ് ഇടോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കെമിക്കൽ കണ്ടന്റിലേക്ക് പോകാട്ടോ. അടുത്തത് ക്ലോറിൻ. അതിന്റെ ലെവല് മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നത് മതി. ക്ലോറിന്റെ 0.12 നമ്മൾ ആദ്യം പഠിച്ചത് ക്ലോറൈഡ് ആയിരുന്നു. ഇപ്പൊ പറയുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ എന്ന് പറയുന്നത് അതിന്റെ ലെവല് നമ്മുടെ വാട്ടർ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് 0.1 to 0.2 ppm. ക്ലോറിന്റെ അത്രേ ഉള്ളൂ. പിന്നെ അയൺ ആൻഡ് മാംഗനീസ്, ഇതൊക്കെ സ്മോൾ എമൗണ്ടിൽ നമ്മുടെ വാട്ടർ സപ്ലൈയിൽ ഉണ്ടാവുന്ന കണ്ടൻസ് ആണ്. അയൺ ആൻഡ് മാംഗനീസ്. അയൺ ആൻഡ് മാംഗനീസ് ലെസ് ദാൻ 0.3 ppm. പിന്നെ അയണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് ഉണ്ടാവാം. അതുപോലെ തന്നെ വാട്ടറിന് ബാഡ് ടേസ്റ്റ്, ഡിസ്കളറേഷന്, പിന്നെ എന്താ നമ്മുടെ പ്ലംബിംഗ് ഫിക്സേഴ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉണ്ടാവാം. പിന്നെ അയണിന്റെ കണ്ടന്റ് ഉണ്ട് നമ്മുടെ ക്ലോത്ത്സിലൊക്കെ ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ലെഡ് ആൻഡ് ആർസനിക്, ലെഡും ആർസനിക്കും ഒക്കെ പോയിസൺസ് ആണ്. കൂടുതൽ എമൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോയിസണസ് ആണ്. ലെഡിന്റെയും ആർസനിക്കിന്റെ ഒക്കെ ലെവല് വളരെ കുറവായിരിക്കണം.
ഈ വാല്യൂലൊക്കെ നിങ്ങൾ ആ ടേബിൾ നോക്കി പഠിക്കുക കേട്ടോ. ഇതിന്ന് അതിന്റെ ലെഡിന്റെ ആർസനിക്കിന്റെ ലെവൽ എന്ന് പറയുന്നത് നോട്ട് എക്സീഡ് 0.05 ppm. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ക്ലോറിൻ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോറിൻ ഇമ്പോർട്ടന്റ്. പിന്നെ ക്ലോറൈഡ് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ലെവല്. പിന്നെ ഹാർഡ്നെസ്, അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇനി പിന്നെ ഫ്ലൂറൈഡും അയഡൈഡും. ഫ്ലൂറൈഡ് നമ്മുടെ ശരീരത്തില് ഒരു ചെറിയ അളവില് വേണം, എന്നാലാണ് നമുക്ക് ഡെന്റൽ ഫ്ലൂറോസിസ് അങ്ങനെയുള്ള ഫ്ലൂറൈഡിന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഒരു 1.5 mg/L വരെ ഡിസൈറബിൾ ആണ്. നമുക്ക് ബോഡിക്ക് ഡെന്റൽ ഫ്ലൂറോസിസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഡിസൈറബിൾ ആണ്. ഇനി ഇത് ഗ്രേറ്റർ ദാൻ 1.5 mg/L ആയിട്ടുണ്ടെങ്കിൽ മോട്ടിൽഡ് ഇനാമൽ ഇൻ ചിൽഡ്രൻ, ആ ഒരു ഡിസീസ് ഉണ്ടാവും. നമ്മുടെ പിള്ളേരുടെ പല്ലിലൊക്കെ വെള്ള പോലെ പാച്ചസ് പോലെ വരില്ലേ, അതാണ് മോട്ടിൽഡ് ഇനാമൽ അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലൂറോസിസ്. ഇത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആട്ടോ ഡെന്റൽ ഫ്ലൂറോസിസ് വരുന്നത്. ഡെന്റൽ ഫ്ലൂറോസിസ് ഇതിന് പറയുന്ന വേറൊരു നെയിം, മോട്ടിൽഡ് ഇനാമൽ ഇൻ ചിൽഡ്രൻ, അതിന് പറയുന്ന വേറൊരു നെയിമാണ് ഡെന്റൽ ഫ്ലൂറോസിസ്. ഫ്ലൂറൈഡ് 1.5 mg/L വരെ ഡിസൈറബിൾ ആണ്. അത് കൂടുതൽ വന്നാൽ മോട്ടിൽഡ് ഇനാമൽ അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്താണ് നൈട്രജൻ നൈട്രജന്റെ കണ്ടന്റ് ഫ്രീ അമോണിയ ആണെങ്കിൽ 0.15 mg/L. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് നൈട്രൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സപ്ലൈയില് നില്ലാണ് ഉണ്ടാവുള്ളൂ, ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിൽ വളരെ പോയിസൺസ് ആണ്. അപ്പൊ നൈട്രൈറ്റ്സിന്റെ എമൗണ്ട് നില്ലാണ് വാട്ടർ സപ്ലൈയില് പെർമിസിബിൾ ആയിട്ടുള്ളൂ. ഇനി നൈട്രേറ്റ്സ് ആണെങ്കിൽ 45 mg/L. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആട്ടോ. നൈട്രൈറ്റ്സ് നൈട്രേറ്റ്സ് പാടില്ല. നൈട്രേറ്റ് ആണെങ്കിൽ 45 mg/L വരെയാണ് പാടുള്ളൂ. ഇനി ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതും ഇമ്പോർട്ടന്റ് ആണ്. നൈട്രേറ്റ്സിന്റെ കണ്ടന്റ് 45 mg/L കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ബേബി ഡിസീസ് കേട്ടിട്ടുണ്ടാവും. ബ്ലൂ ബേബി ഡിസീസ്, ആ ഒരു ഡിസീസ് കോസ് ചെയ്യും. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് മെത്തനോഗ്ലോബി അനീമിയ. നൈട്രജൻ കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നൈട്രൈറ്റ്സ് പാടില്ല. നൈട്രൈറ്റ്സ് 45 mg/L വരെയാണ് പാടുള്ളൂ. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ബ്ലൂ ബേബി ഡിസീസ് അല്ലെങ്കിൽ മെത്തനോഗ്ലോബി അനീമിയ വരും. ഈ മൂന്നെണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി pH വാല്യൂ. വാട്ടറിലെ pH വാല്യൂ എന്ന് പറയുന്നത് 6.5 to 8.5. 6.5 to 8 കേട്ടോ. അത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 to 8, ചിലതില് 6.5 to 8.5 അങ്ങനെയൊക്കെ കാണാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലൊക്കെ തന്നേക്കുന്ന വാല്യൂ, pHന്റെ വാല്യൂ 6.5 to 8 ആണ്. കൂടുതലും ഓപ്ഷൻസ് വരാറ് ഇത് തന്നെയാണ് കേട്ടോ, 6.5 to 8. ഇതാണ് നമ്മുടെ ഒരു pH ലെവല്. നമ്മുടെ വാട്ടർ സപ്ലൈയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു pH ലെവലാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് സീ വാട്ടറിന്റെ pH ലെവൽ എന്താന്ന്. സീ വാട്ടർ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. സീ വാട്ടറിന്റെ pH 3 to 5 ആണ്. pHന്റെ ലെവല് 3 to 5. ഇനി ഈ pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് കളറിമെട്രിക് മെത്തേഡ്. പിന്നെ രണ്ടാമത്തെയാണ് ഇലക്ട്രോമെട്രിക് മെത്തേഡ്. pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് കളറിമെട്രിക് മെത്തേഡും ഇലക്ട്രോമെട്രിക് മെത്തേഡും. pH 6.5 to 8 ആണ് ലിമിറ്റ്. രണ്ട് മെത്തേഡാണ്, കളറിമെട്രിക് മെത്തേഡും ഇലക്ട്രോമെട്രിക് മെത്തേഡും. അത്രയാണ് നമ്മുടെ കെമിക്കൽ അനാലിസിസിൽ വരുന്നത്.
അപ്പൊ ഏതൊക്കെ പറഞ്ഞു? ടോട്ടൽ സോളിഡ്സ് പറഞ്ഞു, മൂന്ന് ഇമ്പ്യൂരിറ്റീസിന്റെയും കൂടെ സമ്മ് ടോട്ടൽ സോളിഡ്സ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഏതായിരുന്നു? ഹാർഡ്നെസ് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ 2 തരത്തിലുണ്ട്. അതിന്റെ അത് ഏതൊക്കെയാണ്, ഏതുകൊണ്ടാണ് ആ ഹാർഡ്നെസ് ഉണ്ടാവുന്നത്, പിന്നെ മെത്തേഡ്, റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്, പിന്നെ പറഞ്ഞത് എന്താ, ടോട്ടൽ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള 3 മെത്തേഡ്സ്, പിന്നെ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, പിന്നെ ക്ലോറൈഡ്സിന്റെ കണ്ടന്റ് 250 mg/L. പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലോറിൻ, അയൺ ആൻഡ് മാംഗനീസ്, ലെഡ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. കോപ്പർ പറഞ്ഞാൽ കോപ്പർ 3 ppm കൂടാൻ പാടില്ല. കോപ്പർ 3 ppm കൂടാൻ പാടില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. പിന്നെ ഫ്ലൂറൈഡ് ആൻഡ് അയഡൈഡ്. അയഡിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട്, ഗോയിറ്ററിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ നൈട്രജൻ കണ്ടന്റ് പറഞ്ഞു, നൈട്രേറ്റ്സ് 45 mg/L. നൈട്രൈറ്റ്സ് ആണെങ്കിൽ ഒട്ടും പാടില്ല. പിന്നെ pHന്റെ വാല്യൂ. ഇനി നമുക്ക് നമ്മുടെ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. അടുത്ത ടോപ്പിക് ആണ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ഏതൊക്കെയാ മെത്തേഡ്സ്? വാട്ടർ പ്യൂരിഫിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രീനിങ്. സെക്കൻഡ് മെത്തേഡ് ഏതാ വാട്ടർ പ്യൂരിഫിക്കേഷനില്? സ്ക്രീനിങ് കഴിഞ്ഞിട്ട് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ കഴിഞ്ഞിട്ട് സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. വാട്ടർ സപ്ലൈയില് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക് ആട്ടോ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ഫോർത്ത് വൺ ആണ് ഫിൽട്രേഷൻ. ഫിഫ്ത് വൺ ആണ് ഡിസിൻഫെക്ഷൻ. അപ്പോ മെയിൻ ആയിട്ട് 5 മെത്തേഡ്സ് ആണുള്ളത്. സ്ക്രീനിങ്, പ്ലെയിൻ സെഡിമെന്റേഷൻ, സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ, ഫോർത്ത് വൺ ഫിൽട്രേഷൻ, പിന്നെ ഡിസിൻഫെക്ഷൻ. ഇതാണ് 5 മെത്തേഡ്സ്. അപ്പൊ ഓരോന്നും നോക്കാം കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ നമ്മുടെ റോ വാട്ടർ, ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടുന്ന വാട്ടറിനെയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ സ്ക്രീനിങ്ങിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് സ്ക്രീനും ഫൈൻ സ്ക്രീനും 2 തരത്തിലുള്ള സ്ക്രീൻ ഉപയോഗിച്ചാണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. കോഴ്സും ഫൈനും. കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ലാർജർ ആയിട്ട് അതിന്റെ ലാർജർ ഡയമീറ്റർ അല്ലെങ്കിൽ ലാർജർ ഓപ്പണിങ്സ് ഉള്ളതാണ് കോഴ്സ് സ്ക്രീന്. ലാർജർ ഓപ്പണിങ്സ് ആയിരിക്കും. ഫൈൻ സ്ക്രീൻ എന്താ? ഫൈൻ എന്ന് പറയുമ്പോൾ സ്മോളർ ഓപ്പണിങ്സ് ആയിരിക്കും. അതിൽ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നുള്ള വാട്ടർ നമ്മുടെ ഒരു റിവറിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അത് ഇൻഡെക്സ് സ്ട്രക്ചർ വഴിയല്ല കൊണ്ടുവരുന്നത്. നമ്മൾ അങ്ങനെ കൺവേ ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിൽ, ആ സോഴ്സിന്റെ തന്നെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആ കൺവേ ചെയ്യുന്ന ഇൻഡെക്സ് സ്ട്രക്ചറിന്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കോഴ്സ് സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യും. കോഴ്സ് സ്ക്രീൻ വെച്ചാൽ ലാർജ് ഓപ്പണിങ്സ് ഉള്ളതാണ്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലാർജ് ബോഡീസ് ഒക്കെ ഇല്ലേ, എന്തെങ്കിലും കമ്പോ കോലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ തടി കഷ്ണങ്ങള്, ഇപ്പോ നല്ല കലങ്ങി മറിഞ്ഞു കിടക്കണ പുഴയെന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ വരാലോ, എന്ത് വേണമെങ്കിലും വരാം, ലീസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കോഴ്സ് സ്ക്രീൻ വെച്ച്, ആ ലാർജ് ഓപ്പണിങ്സ് ഉള്ള കോഴ്സ് സ്ക്രീൻ വെച്ച് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് അങ്ങനെ അപ്പൊ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തു. പിന്നെ അതിനേക്കാളും ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഫൈൻ സ്ക്രീൻ ഉപയോഗിക്കും. അങ്ങനെ ഒരുമാതിരി അങ്ങനെ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന ബോഡീസ് ഒക്കെ അപ്പൊ ആ ഒരു സ്ക്രീനിങ് എന്ന് പറഞ്ഞ പ്രോസസ് കൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി സ്ക്രീനിങ് നമ്മൾ കൊടുക്കുമ്പോൾ സ്ക്രീന് നമ്മളെ കറക്റ്റ് പ്ലെയിൻ ആയിട്ടല്ല വെക്കണത്, ഒരു ചെറിയൊരു ഇൻക്ലിനേഷനിലാണ് വെക്കണത്. ആ ഫ്ലോ നന്നായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി 45 to 60 ഡിഗ്രി, നമ്മള് വെർട്ടിക്കലിനോട് 45, ഹൊറിസോണ്ടലിന്റെ 45 to 60 ഡിഗ്രി ഒരു ഇൻക്ലിനേഷനിലാണ് ഈ സ്ക്രീൻസ് പ്ലേസ് ചെയ്യുന്നത്. 45 to 60 ഡിഗ്രി എന്നുള്ള ഒരു ഇൻക്ലിനേഷനിലാണ്. Screens placed at an inclination of 45 to 60 degree. പിന്നെ അവിടുത്തെ മാക്സിമം ഫ്ലോ വെലോസിറ്റി. മാക്സിമം ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് 0.8 to 1 meter per second. മാക്സിമം ഫ്ലോ വെലോസിറ്റി.
അതിനൊരു ലിമിറ്റ് ഉണ്ട് 0.8 to 1 meter per second. ഈ ഒരു വെലോസിറ്റിയിലാണ് ഫ്ലോ പെർമിറ്റ് ചെയ്യുള്ളൂ. ഇത് ചില കേസിൽ 0.75, അപ്പൊ നിങ്ങൾ ഏകദേശം റേഞ്ച് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. 0.75 to 1 meter per second എന്ന് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പൊ സ്ക്രീനിങ്ങിന്റെ കേസിൽ ഇത്ര ഓർക്കാൻ 2 സ്ക്രീൻ ഉണ്ട്, കോഴ്സ് സ്ക്രീനും ഫൈൻ സ്ക്രീനും. അപ്പൊ ലാർജ് ഫ്ലോട്ടിംഗ് ബോഡീസ് ഒക്കെ സ്ക്രീനിങ് എന്ന് പറഞ്ഞ പ്രോസസ് കൊണ്ടുകൂടി റിമൂവ് ചെയ്യും. അത് ഒരു ഇൻക്ലിനേഷനിലാണ് സ്ക്രീൻസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, 45 to 60 ഡിഗ്രി. അതുപോലെ മാക്സിമം ഫ്ലോ വെലോസിറ്റിക്ക് റേഞ്ച് ഉണ്ട് 0.8 to 1 meter per second. അതോടുകൂടി സ്ക്രീനിങ് എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ ഫൈൻ സ്ക്രീൻ ഉപയോഗിച്ച് നമ്മൾ കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ബോഡീസിനൊക്കെ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ 3 തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ, അതിനൊക്കെ റിമൂവ് ചെയ്യണം. അപ്പൊ അടുത്ത പ്രോസസ്സിലേക്ക് പോവാണ്. ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സ്ക്രീനിങ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ഏതായിരുന്നു? സെഡിമെന്റേഷൻ അല്ലെങ്കിൽ പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് പറയാം. പ്ലെയിൻ സെഡിമെന്റേഷനിൽ റിമൂവ് ചെയ്യുന്നത് സസ്പെൻഡഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്. സസ്പെൻഡഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൽ തന്നെ കുറച്ച് ലാർജർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് പ്ലെയിൻ സെഡിമെന്റേഷനിൽ റിമൂവ് ചെയ്യുന്നത്. സസ്പെൻഡഡ് തന്നെ വെരി ഫൈനും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ ലാർജ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ആ 3 തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിൽ ഏറ്റവും ഡയമീറ്റർ അല്ലെങ്കിൽ ഏറ്റവും സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആയിരുന്നു. അപ്പൊ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പ്ലെയിൻ സെഡിമെന്റേഷൻ. അതെന്താ പ്രോസസ്സ്? ജസ്റ്റ് ഒരു സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വാട്ടറിനെ, റോ വാട്ടർ, നമ്മൾ ഈ സ്ക്രീനിങ് കഴിഞ്ഞുകൊള്ളുന്ന വാട്ടറിനെ കയറ്റി വിടുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സെഡിമെന്റേഷൻ ടാങ്കിൽ നമ്മളൊരു കുറച്ച് ഒരു ടൈം ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കും. നമ്മളവിടെ സെറ്റിൽ ചെയ്യും. അങ്ങനെ ആ സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിന് പറയുകയാണ് ഹൈഡ്രോളിക് സബ്സിഡൻസ്. ഹൈഡ്രോളിക് സബ്സിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ പാർട്ടിക്കിൾസ് സെറ്റിലിംഗ് ടാങ്കിന്റെ അടിയിൽ വന്ന് സെഡിമെന്റ് ചെയ്യും, അങ്ങനെ സെറ്റിൽ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ ആ പ്രോസസ്സിന് പറയുകയാണ് ഹൈഡ്രോളിക് സബ്സിഡൻസ്. അതാണ് നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിൽ നടക്കുന്നത്. പിന്നെ ഈ സെഡിമെന്റേഷൻ ടാങ്കിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ ആണ്. സ്റ്റോക്സ് ലോ ഇമ്പോർട്ടന്റ് ആട്ടോ. പ്രിൻസിപ്പിൾ സ്റ്റോക്സ് ലോ ആണ്. സ്റ്റോക്സ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇക്വേഷൻ പഠിക്കണം. VS ഈക്വൽ ടു സെറ്റിലിംഗ് വെലോസിറ്റി. ആ സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞൊരു ടാങ്കിൽ വാട്ടർ പാസ് ചെയ്യും. ആ വാട്ടർ പാസ് ചെയ്യുമ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി ആണ് അത് പെർമിറ്റ് ചെയ്യുള്ളൂ. ആ സെറ്റിലിംഗ് വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റോക്സ് ലോ വഴിയാണ്. ആ സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VS ഈക്വൽ ടു G into rho S minus rho W into D square divided by mu. ഇത് പഠിക്കണം കേട്ടോ. ചില സമയത്ത് ഇത് പ്രോബ്ലം കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലം വരാറുണ്ട്. G into rho S minus rho W into D square minus mu. അതിൽ VS എന്ന് പറയുന്നത് സെറ്റിലിംഗ് വെലോസിറ്റി, പാർട്ടിക്കിളിന്റെ സെറ്റിലിംഗ് വെലോസിറ്റി. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. rho S എന്താണ്? ഡെൻസിറ്റി ഓഫ് സെറ്റിലിംഗ് പാർട്ടിക്കിൾ. And rho W is the density of water. D is the diameter of the particle and mu is the dynamic viscosity. ഈ ഇക്വേഷൻ പഠിക്കണം. ഇതൊക്കെ ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് G into capital G minus 1 into D square divided by 18 mu. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആട്ടോ. ചിലപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും തരുന്നത്, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസിലെ ഡെൻസിറ്റി തരുന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. രണ്ടും പഠിക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആ. അപ്പൊ സെഡിമെന്റേഷൻ ടാങ്കിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു, സ്റ്റോക്സ് ലോ. അത് സ്റ്റോക്സ് ലോ വഴി കിട്ടിയ ഇക്വേഷൻ ആണ് സെറ്റിലിംഗ് വെലോസിറ്റി VS. 2 ടേംസിലും പഠിക്കാം. ചിലപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, AEയുടെ ലെവലില് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോളിക് സബ്സിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആ സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹൈഡ്രോളിക് സബ്സിഡൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു 60% നമ്മൾ പറഞ്ഞു സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ് പ്ലെയിൻ സെഡിമെന്റേഷനിൽ സെറ്റിൽ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു 60% ബാക്ടീരിയയും റിമൂവൽ എഫിഷ്യൻസി ഇവിടെ ഉണ്ട്. ഉള്ള വാട്ടറിലുള്ള ഒരു 60% ബാക്ടീരിയ ഇവിടെ സെറ്റിൽ ആവും. പിന്നെ നമ്മൾ സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞില്ലേ, ഈ സ്റ്റോക്സ് ലോ എന്താ? സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ആവും. അതാണ് ഈ സ്റ്റോക്സ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഇത് പ്ലെയിൻ സെഡിമെന്റേഷന്റെ പ്രിൻസിപ്പിൾ ആയത് അല്ലെ. സെഡിമെന്റേഷൻ ആംഗിൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന് ഇച്ചിരി എന്താ സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ആണ്, അപ്പൊ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ആവും. അതാണ് ഈ പ്ലെയിൻ സെഡിമെന്റേഷന്റെ പ്രിൻസിപ്പിളായ സ്റ്റോക്സ് ലോയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഈ ഇക്വേഷൻ പഠിക്കാൻ പറ്റുന്നതിന് പഠിക്കുക. ഇനി സെഡിമെന്റേഷൻ ടാങ്കിന്റെ ടൈപ്പ്. മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് സെഡിമെന്റേഷൻ ടാങ്ക് ഉള്ളത്. സെഡിമെന്റേഷൻ ടാങ്കിന്റെ ടൈപ്സ് നമ്മൾ അതിന്റെ ഓപ്പറേഷൻ സെഡിമെന്റേഷൻ ഓപ്പറേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഈ സെഡിമെന്റേഷൻ ടാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 2 ടൈപ്പാണ് ഉള്ളത്. ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ്, ക്യുസെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ക്യുസെന്റ് ഓർ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ്. ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പും രണ്ടാമത്തെ ഏതാ കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പും. 2 ടൈപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പും ക്യുസെന്റും സെയിം ആണ് കേട്ടോ. 2 ടൈപ്പ് ഉണ്ട്, ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പും ക്യുസെന്റ് ടൈപ്പ്. ക്യുസെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ്. രണ്ടാമത്തെയാണ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ്. ഇനി കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് അഗൈൻ ക്ലാസിഫൈ ഇൻടു 2. ഹൊറിസോണ്ടൽ ഫ്ലോയും അതെങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ഹൊറിസോണ്ടൽ ഫ്ലോ കണ്ടിന്യൂസ് ടാങ്കും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫ്ലോ കണ്ടിന്യൂസ് ടാങ്കും വെർട്ടിക്കൽ ഫ്ലോയും. അത് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവല്ലോ. ഹൊറിസോണ്ടൽ ഫ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും നമ്മുടെ ആ ടാങ്കിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. വെർട്ടിക്കലില് നമ്മുടെ വെർട്ടിക്കൽ ആയിട്ട് താഴെ ഒരു ഹോപ്പർ ഒക്കെ പോലെ ഹോപ്പർ ഒക്കെ ഉണ്ടാവും, താഴേക്ക് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും ഫ്ലോ നടക്കുന്നത്. ജസ്റ്റ് ആ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പിൽ എന്താ, നമ്മൾ ഫില്ല് ചെയ്യും അതുപോലെ തന്നെ ഡ്രോ ചെയ്യും. അതേസമയം കണ്ടിന്യൂസ് ഫ്ലോ ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്യും. ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഒരു പീരീഡ് ഓഫ് ടൈമിൽ അത് അവിടെ റീറ്റെയിൻ ചെയ്യും. ഏത് ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് ഫില്ല് ചെയ്യും ഡ്രോ ചെയ്യും. ആ വാട്ടർ റീറ്റെയിൻ ചെയ്യുന്നത് 24 hours അവിടെ റീറ്റെയിൻ ചെയ്യും. ക്യുസെന്റ് അല്ലെങ്കിൽ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പില് വാട്ടറിനെ നമ്മൾ ഇൻലെറ്റിൽ കൂടെ പാസ് ചെയ്യും. ടാങ്കിൽ എത്തിയ വാട്ടർ ഒരു 24 മണിക്കൂർ അവിടെ റീറ്റെയിൻ ചെയ്യും. അപ്പൊ അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയതൊക്കെ അടിയിൽ വന്ന് സെറ്റിൽ ചെയ്യും. ഹൈഡ്രോളിക് സബ്സിഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിനോമിന നടക്കും. എന്നിട്ട് ഔട്ട്ലെറ്റിൽ കൂടെ ഡ്രോ ചെയ്ത് കളയും. ഫിൽ ആൻഡ് ഡ്രോ, അതാണ് ഫിൽ ആൻഡ് ഡ്രോ നടക്കുന്നത്. ആ ഡീറ്റൻഷൻ പീരീഡ് ഓർത്തിരിക്കുക 24 hours ആണ്. ഇനി കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻലെറ്റിൽ കൂടെ കയറിയിട്ട് അതുപോലെ തന്നെ അത് ഔട്ട്ലെറ്റിൽ കൂടെ എക്സിറ്റ് ചെയ്ത് പോകും. പിന്നെ അവിടെ എങ്ങനെ സെറ്റിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലെങ്ത് ഇല്ലേ, ടാങ്കിന്റെ ലെങ്ത് കൂട്ടി കൊടുക്കും. അപ്പൊ ആ ഒരു വാട്ടറിന് കുറെ ലെങ്ത് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ലെങ്ത് ട്രാവൽ ചെയ്യണ അനുസരിച്ച് ഇപ്പൊ വെലോസിറ്റിയും കുറവായിരിക്കും. അപ്പൊ നമുക്ക് കുറെയൊക്കെ സെറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പിൽ നടക്കുന്നത്. അവിടെ ഇങ്ങനെ കയറ്റിയ വെള്ളത്തിന് കുറെ നേരം റീറ്റെയിൻ ചെയ്യുന്നില്ല, ആ ലെങ്ത് കൂട്ടി കൊടുക്കും. അങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്യിക്കണത്. 2 ടൈപ്പ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. പേര് ക്യുസെന്റിന്റെ വേറൊരു പേരാണ് ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈൻ, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈൻ നമ്മള് മറ്റേ നമ്മുടെ ഫസ്റ്റ് ഓവർസിയർ ബാച്ചിൽ നമ്മൾ പറഞ്ഞപ്പോ ജസ്റ്റ് ഡിസൈൻ എലമെന്റ്സ് ഒരു 3-4 പറഞ്ഞോളൂ. ഇതിന്റെ അകത്ത് കുറച്ചും കൂടി ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. വലിയ പാടുള്ളതൊന്നല്ല, പക്ഷെ അത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണേ, എല്ലാം പഠിക്കണം. ഈ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈൻ കേട്ടോ, ഡിസൈൻ ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക്. അതിൽ ഫസ്റ്റ് എലമെന്റ് ആണ് ഡീറ്റൻഷൻ പീരീഡ്. ഡീറ്റൻഷൻ പീരീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യൻസി. ഇതിനകത്ത് ഓരോ ടേമും ഇമ്പോർട്ടന്റ് ആണ്. അത് എന്താന്ന് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്,
അതിന്റെ ഫോമുല ചോദിക്കും, പിന്നെ പ്രോബ്ലം വരും. അപ്പൊ ഒരു 5 എലമെന്റ്സ് ഉള്ളൂ മെയിൻ ആയിട്ട്. അതിൽ 3 ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ ആണ് ഡിസൈൻ എലമെന്റ് ആണ് ഡീറ്റൻഷൻ പീരീഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യൻസി. ഡീറ്റൻഷൻ പീരീഡ് എന്താ? നമ്മൾ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് പറഞ്ഞപ്പോ ഒരു 24 hours റീറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞില്ലേ, അതിനെയാണ് ഡീറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാങ്കില്, ഒരു ടാങ്ക് ആണെങ്കിൽ അതിന്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ്, ഈ ഇൻലെറ്റിൽ പാസ് ചെയ്ത് ഇവിടുന്ന് എൻറ്റർ ചെയ്യുന്ന സമയം തൊട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയം വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് ഡീറ്റൻഷൻ പീരീഡ്. ടൈം ടേക്കൺ അല്ലെങ്കിൽ ടൈം ട്രാവൽ ബൈ ദ പാർട്ടിക്കിൾ ഫ്രം ദ എൻട്രി ഓഫ് ദ ടാങ്ക് ടു ദ എക്സിറ്റ് ഓഫ് ദ ടാങ്ക്. എൻട്രി ചെയ്യുമ്പോൾ തൊട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ വരെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് ഡീറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. It is a theoretical time taken by a particle of water to pass between entry and exit of a settling tank. അതാണ് ഡീറ്റൻഷൻ പീരീഡ്. എൻട്രി ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം. അതിന്റെ ഇക്വേഷൻ, റെക്ടാങ്കുലർ ടാങ്കിന്റെ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. നമുക്ക് സെഡിമെന്റേഷൻ ടാങ്ക് റെക്ടാങ്കുലർ ഷേപ്പിൽ ഉണ്ടാവാം, സർക്കുലർ ഷേപ്പിലൊക്കെ ഉണ്ടാവാം. അതിൽ റെക്ടാങ്കുലർ ടാങ്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/Q. ഇത് ഡിറ്റൻഷൻ ടൈം ആട്ടോ. ഡിറ്റൻഷൻ ടൈം T0 ഈക്വൽ ടു V/Q. V/Q V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയാണ്, അല്ലെങ്കിൽ ടാങ്കിന്റെ കപ്പാസിറ്റി. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ, അതിലേക്ക് എൻറ്റർ ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട്, ആ ക്വാണ്ടിറ്റി, അതാണ് Q. അപ്പൊ T0 is the detention time, V is the volume. സോറി, ഒരു കോൾ വന്നാട്ടോ. ഡിറ്റൻഷൻ ടൈം T0 is V/Q. ഹലോ ഹലോ ഹലോ, നിങ്ങൾക്ക് കേൾക്കാമോ? ഓഡിയോ ഉണ്ട് പക്ഷെ വീഡിയോ. ഐഷ, ഹലോ കേൾക്കാമോ? ഓക്കെ. ഡീറ്റൻഷൻ പീരീഡ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡീറ്റൻഷൻ ടൈം T0 എന്ന് പറയുന്നത് വോളിയം ബൈ Q. ടാങ്കിന്റെ കപ്പാസിറ്റി ആണ് ഈ വോളിയം കേട്ടോ. കപ്പാസിറ്റി ഓഫ് ടാങ്ക് ബൈ റേറ്റ് ഓഫ് ഫ്ലോ, ഡിസ്ചാർജ് റേറ്റ് ഓഫ് ഫ്ലോ പെർ അവർ. ഇതിന്റെ ഈ Q എന്ന് പറയുന്നത് ഈ മീറ്റർ ക്യൂബ് പെർ അവർ ആട്ടോ. മീറ്റർ ക്യൂബ് പെർ അവർ. ഞാൻ പറയണ എല്ലാ അതിന്റെ ഇത് യൂണിറ്റ്സ് നോട്ട് ചെയ്യണം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കാണാം. ഇപ്പൊ നമ്മള് വെല്ലിന്റെ കേസ് പറഞ്ഞപ്പോ ഒരു 0.005 ക്യൂമെക്സ് ആയിരുന്നു അതിന്റെ ഡിസ്ചാർജ് പറഞ്ഞത്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നേക്കണത് മീറ്റർ ക്യൂബ് പെർ അവറിലും കണ്ട വന്നേക്കണേ. അത് കൺവേർഷൻ. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന യൂണിറ്റ് നോട്ട് ചെയ്യണം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ വരുന്ന വേറെ ആണെങ്കിൽ അത് വെച്ച് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഡീറ്റൻഷൻ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും എടുക്കുന്നതിന്റെ ആ ടൈമാണ് ഡീറ്റൻഷൻ ടൈം T0 ഈക്വൽ ടു വോളിയം ബൈ Q. അത് പ്രോബ്ലം വരാറുണ്ട്. ഇനി പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിന്റെ കേസിലാണെങ്കിൽ, ഇനി നമ്മളൊരു ടാങ്കിന്റെ കേസ് കൊണ്ട് പറയും സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. അപ്പൊ പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിന്റെ കേസിലാണെങ്കിൽ ആ ഒരു ഡീറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 4 to 8 hours അല്ലെങ്കിൽ 6 to 8 hours. 6 to 8 hours. ഇതും ഈ ഒരു റേഞ്ചും മാറി മാറി കാണാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണാറ് 6 to 8 hours ആ. നമ്മുടെ കുന്മയുടെ ടെക്സ്റ്റ് കൊടുത്തങ്ങനെ 4 to 8 hours ആ പഠിക്കാം. അതേസമയം കൊയാഗുലേഷനും കൂടി കൊടുത്തിട്ടുള്ള സെഡിമെന്റേഷൻ ടാങ്ക് ആണെങ്കിൽ കൊയാഗുലേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ പെട്ടെന്ന് സെറ്റിൽ ആവും. അപ്പൊ ഉള്ളിടത്താണെങ്കിൽ ആ സെഡിമെന്റേഷൻ ടാങ്കില് 2 to 4 hours. 2 to 4 hours അതാണ് നമ്മുടെ ഈ റേഞ്ചിലാണ് നമ്മുടെ ഏത് കൊയാഗുലേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ആ ടാങ്കിൽ വരുന്ന ഡീറ്റൻഷൻ ടൈം. അല്ലെങ്കിൽ അത് ഒരു 2.5 to 3 hours. ഇതാണ് നമ്മുടെ കുന്മയുടെ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ 2 വാല്യൂ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഇതായിരിക്കും കൂടുതലും വരുന്നത്. ബ്രാക്കറ്റ് തന്നേക്കണ വാല്യൂ അങ്ങനെ ഓപ്ഷന് കാണുന്നേക്കാൾ കൂടുതൽ ഇതാ വരാറ് കേട്ടോ. അപ്പൊ ഡീറ്റൻഷൻ ടൈം എന്താണെന്ന് ഓർത്തിരിക്കാം. ഇനി വേറൊരു പീരീഡ് ഉണ്ട്, ഫ്ലോയിങ് ത്രൂ പീരീഡ്.
ത്രൂ പീരീഡ്. ഫ്ലോയിങ് ത്രൂ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ടൈം ടേക്കൺ ആണ്. എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും എടുക്കുന്നതിന്റെ ആവറേജ് ടൈം ആണ് ഫ്ലോയിങ് ത്രൂ പീരീഡ്. രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇത് ആവറേജ് ടൈം ആണ്. മറ്റത് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും എടുക്കുന്നതിന്റെ ടോട്ടൽ ടൈം ആണെങ്കിൽ ഇത് ആവറേജ് ടൈം ആണ്. ഈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റൻഷൻ ടൈമിനേക്കാളും ഇതിന് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ടി ഡി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ടി ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ T0, ഡീറ്റൻഷൻ ടൈമിനേക്കാളും കുറവായിരിക്കും. ഇനി നമ്മൾ എലമെന്റ് എഴുതിയപ്പോ തന്നെ എഴുതിയായിരുന്നു ഡീറ്റൻഷൻ ടൈം ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യൻസി. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവരുടെ റേഷ്യോ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യൻസി ഈക്വൽ ടു is the ratio of flowing through period. Flowing through period is represented by TD and it is the ratio of flowing through period and detention time T0. ഈ രണ്ടിന്റെയും റേഷ്യോ ആണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യൻസി. ഇതങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഡീറ്റൻഷൻ പീരീഡ് ചോദിച്ചിട്ടുണ്ട്. ഫോർമുല ചോദിച്ചിട്ടുണ്ട്, ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ എലമെന്റിലേക്ക് പോവാം. രണ്ടാമത്തെ എലമെന്റ് സർഫസ് ഓവർഫ്ലോ റേറ്റ്. surface overflow rate or surface loading or overflow velocity. Surface overflow rate or surface loading or overflow velocity. ഈ മൂന്ന് പേരും നോക്കിയിരിക്കുക കേട്ടോ. സർഫസ് ലോഡിംഗ് ചിലപ്പോൾ വരാറുണ്ട്, സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്നൊക്കെ വരാറുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പാസിംഗ് പെർ അവർ പെർ യൂണിറ്റ് ഏരിയ ഓഫ് സെറ്റിലിംഗ് ടാങ്ക് ഈസ് നോൺ ആസ് സർഫസ് ഓവർഫ്ലോ റേറ്റ്. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു അവറിൽ പാസ് ചെയ്യുന്ന വാട്ടറിന്റെ ക്വാണ്ടിറ്റി, അതാണ് സർഫസ് ഓവർഫ്ലോ റേറ്റ്. അത് സെഡിമെന്റേഷൻ ടാങ്കിന്, പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിന് ആ ഒരു റേഞ്ച്, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 12,000 to 18,000, 12,000-നും 18,000-നും ഇടയിലായിരിക്കും ലിറ്റേഴ്സ് പെർ ഡേ. യൂണിറ്റ് ശ്രദ്ധിക്കാട്ടോ, 12,000 to 18,000 ലിറ്റേഴ്സ് പെർ ഡേ ആണ്. അതിനി അല്ലെങ്കിൽ ഓർ 500 to 750 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. നിങ്ങൾ യൂണിറ്റ് ഇത് കൺവേർട്ട് ചെയ്താലും മതി. 12,000 to 18,000 ലിറ്റേഴ്സ് പെർ ഡേ ഓർ 500 to 750 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. അതാണ് സർഫസ് ഓവർഫ്ലോ റേറ്റ്. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ പെർ അവർ ഓഫ് സെറ്റിലിംഗ് ടാങ്ക്. അതാണ് സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തത് ബേസിൻ ഡൈമെൻഷൻ. ആദ്യത്തെ മൂന്നെണ്ണം പഠിച്ചിരിക്കുക കേട്ടോ. ബേസിൻ ഡൈമെൻഷൻ. ബേസിൻ ഡൈമെൻഷൻ എന്താ? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ബേസിൻ ഡൈമെൻഷൻ. അതിനകത്ത് ബേസിൻ ഡൈമെൻഷനിൽ ടാങ്കിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ്. അപ്പൊ നമുക്ക് ക്വസ്റ്റിന് തരുമ്പോ 1,00,000 പോപ്പുലേഷൻ ആണ് ഒരു ഏരിയയിലുള്ളത്. അവിടെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട വാട്ടറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊക്കെ തരും. ഇപ്പൊ ഒരു ദിവസം 5,000 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ അവർ, അത്രയും ക്വാണ്ടിറ്റി ആണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ടാങ്കിന്റെ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഇൻറ്റു ഡീറ്റൻഷൻ പീരീഡ്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഡീറ്റൻഷൻ പീരീഡ്. ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രൊഡക്റ്റ് ആണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ പീരീഡ്. കപ്പാസിറ്റി, ടാങ്കിന്റെ കപ്പാസിറ്റി. ഇനി ലെങ്ത് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ
ഇൻറ്റു ഡീറ്റൻഷൻ പീരീഡ്. ഡീറ്റൻഷൻ പീരീഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലെങ്ത് കിട്ടും. ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ ടാങ്കിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ടാങ്ക്. അതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി വിഡ്ത്ത്, ഇത് ജസ്റ്റ് പറഞ്ഞു അതിൽ ഇക്വേഷൻ നിങ്ങൾ തന്നെ പഠിക്കണം. വിഡ്ത്ത് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡഡ് ബൈ വാട്ടർ ഡെപ്ത്. ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഞാൻ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ തരാം, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കപ്പാസിറ്റി നമ്മുടെ വാട്ടർ സപ്ലൈ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്ന് ഹാർനസിന്റെ ചോദിക്കാറുണ്ട്, പിന്നെ ഈ ഒരു ഡിസൈൻ എലമെന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സീവേജിലെ ഒരു BOD-യുടെ അവിടുന്ന് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പഠിക്കണം. ബേസിന്റെ ഡയമെൻഷൻ, അതുകൊണ്ട് ഡിസൈൻ എലമെന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസൈൻ എലമെന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അതായിരുന്നു ഡിറ്റൻഷൻ ടൈമും ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യൻസിയും പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞത് സർഫസ് ഓവർഫ്ലോ റേറ്റ്. മൂന്നാമത് പറഞ്ഞാണ് ബേസിന്റെ ഡയമെൻഷൻ, ലെങ്ത് വിഡ്ത്ത് കപ്പാസിറ്റി ഒക്കെ കാണാനുള്ള ബേസിന്റെ ഡയമെൻഷൻ. ഇനി ഫോർത്ത് എലമെന്റ് ആണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അറേഞ്ച്മെന്റ്സ്. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അറേഞ്ച്മെന്റ്സ്. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അറേഞ്ച്മെന്റ്സിൽ ഒരു ഐഡിയൽ ഇൻലെറ്റിന് നമുക്ക് കുറച്ച് സർട്ടൻ എലമെന്റ്സ് ഒക്കെ വേണം. ഒരു ആൻ ഐഡിയൽ ഇൻലെറ്റ് സ്ട്രക്ചർ ഷുഡ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് കേൾക്കാം കേട്ടോ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ദ വാട്ടറിനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മിക്സ് ഇറ്റ് വിത്ത് ദ വാട്ടർ ഓൾറെഡി ഇൻ ദ ടാങ്ക്. നമുക്ക് ഓൾറെഡി അവിടെ ടാങ്കിൽ വാട്ടർ ഉണ്ടെങ്കിൽ അതുമായിട്ട് കറക്റ്റ് രീതിയിൽ മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ആയിട്ട് ടർബുലൻസ്, അവിടെ ഒരുപാട് ടർബുലൻസ് ഒന്നും ഉണ്ടാവാതെ ആ ഫ്ലോയിന് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇനീഷ്യേറ്റ് ലോഞ്ചിറ്റ്യൂഡൽ ഓർ റേഡിയൽ ഫ്ലോ ടു അച്ചീവ് ഹൈ റിമൂവൽ എഫിഷ്യൻസി. നമ്മൾ സ്ലഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ട് റേഡിയൽ ആയിട്ടുള്ള ഫ്ലോ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റണം. അതൊക്കെ ആയിരിക്കണം ഒരു ഐഡിയൽ ഇൻലെറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്ലെറ്റ് അറേഞ്ച്മെന്റ്സിനാണെങ്കിൽ വിയർ ഉണ്ടാവും, നോച്ച് ഉണ്ടാവും, ഒറിഫൈസ് ഉണ്ടാവും, അതുപോലെ ഒരു എഫ്ലുവൻ ട്രഫും ലോണ്ടറും ഉണ്ടാവും, ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ടാവും, പിന്നെ ബാഫിൾസ് ഉണ്ടാവും. ബാഫിൾസ് എന്തിനാ? ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. ബാഫിൾ ബോൾസ് ഇല്ലേ, നമ്മൾ സെപ്റ്റിക് ടാങ്കിലൊക്കെ കാണാറില്ലേ ബാഫിൾ ബോൾസ്, അതുപോലെ ബോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് അത്രയാണ് ആ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അറേഞ്ച്മെന്റ്സിന്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, അപ്പൊ നിങ്ങൾ അത് അത്ര ഇതായിട്ട് നോക്കണ്ട കേട്ടോ. ആദ്യത്തെ 3 ഇമ്പോർട്ടന്റാ. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് പ്രോബ്ലം ഒന്നും ചോദിക്കാൻ മാത്രമൊന്നും ഇല്ല. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് സ്ലഡ്ജ് റിമൂവൽ ആണ്. സ്ലഡ്ജ് റിമൂവൽ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സെറ്റിൽ ടാങ്കിന്റെ അടിയിൽ ഫോം ചെയ്ത സ്ലഡ്ജിനെ റിമൂവ് ചെയ്യണല്ലോ. അതിനുവേണ്ടി നമ്മൾ 2 രീതിയിലാണ് റിമൂവ് ചെയ്യണത്. നമ്മൾ കുറച്ച് സ്ലഡ്ജ് ഒക്കെ ഉള്ളെങ്കിൽ മാനുവലി ആയിട്ട്, ഒരുപാടുണ്ടെങ്കിൽ മെക്കാനിക്കലി ആയിട്ട് റിമൂവ് ചെയ്യും. മാനുവലി ആയിട്ട് റിമൂവ് ചെയ്യുന്നത് എപ്പോഴാ? ലോ സ്ലഡ്ജ് ഉണ്ടെങ്കിൽ, ഗ്രേറ്റർ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ മാനുവലി ആയിട്ട് റിമൂവ് ചെയ്യും. മാനുവലി ആയിട്ട് റിമൂവ് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിൻ പുറത്തേക്ക് എടുക്കും, എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള സ്ലഡ്ജ് ഒക്കെ ഡഗ് ചെയ്തെടുക്കും. അങ്ങനെയാണ് മാനുവലി ആയിട്ട് റിമൂവ് ചെയ്യണത്. അപ്പൊ അത് കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ളൂ. അതും ഇപ്പൊ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളെങ്കിൽ ഒരു 4 to 6 months ആ ഒരു കാലയളവിലാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. ഇനി മെക്കാനിക്കൽ ഹൈഡ്രോളിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലഡ്ജ് കളക്ട് ചെയ്തിട്ട് അത് ഫ്ലൂയിഡ് ആയിട്ട് കുറച്ച് കെമിക്കൽസ് ഒക്കെ ചേർത്ത് അതിനെ ഫ്ലൂയിഡ് ആയിട്ട് എടുത്തിട്ടാണ് റിമൂവ് ചെയ്യണത്. അത് ഒരുപാട് എമൗണ്ട് സ്ലഡ്ജ് ഉണ്ടെങ്കിൽ മെക്കാനിക്കലി ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തില് 2 പ്രാവശ്യം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മെക്കാനിക്കലി ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അതാണ് സ്ലഡ്ജ് റിമൂവല്. അപ്പൊ 5 ഡിസൈൻ എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് 3 നിങ്ങൾ പഠിക്കുക. ഇനി സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ.
സ്ക്രീനിങ് കഴിഞ്ഞു. നമ്മുടെ രണ്ടാമത്തത് പ്ലെയിൻ സെഡിമെന്റേഷനും കഴിഞ്ഞു. പ്ലെയിൻ സെഡിമെന്റേഷനിൽ എന്താണോ റിമൂവ് ചെയ്തത്? സസ്പെൻഡഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്. അതും ലാർജ് സസ്പെൻഡഡ് മാറ്റേഴ്സിനാണ് പ്ലെയിൻ സെഡിമെന്റേഷനിൽ റിമൂവ് ചെയ്തത്. ഇനി അടുത്ത മൂന്നാമത്തെയാണ് സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. ഈ പ്രോസസ്സിൽ റിമൂവ് ചെയ്യണത് ഫൈൻ ആയിട്ടുള്ള സസ്പെൻഡഡ് മാറ്റേഴ്സ്. നമ്മുടെ ഫസ്റ്റ് പ്ലെയിൻ സെഡിമെന്റേഷൻ റിമൂവ് ആവാത്ത ഫൈൻ സസ്പെൻഡഡ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യണത് സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷനിലാണ്. ഫൈൻ സസ്പെൻഡഡ് മാറ്റേഴ്സ്. ഫൈൻ സസ്പെൻഡഡ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യണത് ഈ ഒരു സ്റ്റേജിലാണ്. പിന്നെ അത് കൂടാതെ കൊളോയിഡ് പാർട്ടിക്കിൾസിനെ, fine suspended particles and colloidal particles are removed by sedimentation aided with the coagulation process. അതും ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെയാണ് ഈ ഒരു സ്റ്റേജിൽ റിമൂവ് ചെയ്യുള്ളൂ. ഇനി ഈ കൊയാഗുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ടുള്ള പ്രോസസ്സ്. നമുക്ക് ഈ വെരി സൈൻസ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന് സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് അതിന് സ്പെസിഫിക് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ കൊയാഗുലൻസ് ആഡ് ചെയ്യും. ഈ പാർട്ടിക്കിൾസ് കൊയാഗുലൻസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഫ്ലോക്ക് ഫോം ചെയ്യും. കൊയാഗുലൻസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഫ്ലോക്ക് ഫോം ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ പറയുകയാണ് ഫ്ലോക്കുലേഷൻ. ഒന്നുകൂടെ പറയാം. നമ്മുടെ പ്ലെയിൻ സെഡിമെന്റേഷനിൽ റിമൂവ് ആവാത്ത സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ, ഫൈൻ ആയിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നതാണ് ഈ പ്രോസസ് വഴി. ഈ പ്രോസസ്സിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? കൊയാഗുലൻസ് ആഡ് ചെയ്യും. ഇനി കൊയാഗുലൻസ് ഏതൊക്കെയാണ് നമ്മൾ പറയൂ കേട്ടോ. കൊയാഗുലൻസ് ആഡ് ചെയ്യും. കൊയാഗുലൻസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ കൊയാഗുലൻസ് ഈ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് എന്താ റിയാക്ട് ചെയ്ത് അത് കുറച്ചും കൂടി സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ ഒരു പാർട്ടിക്കിൾ ആയിട്ട് ഫോം ചെയ്യും. അതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. അതിപ്പോ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിലും പ്ലസ് നമ്മുടെ കൊയാഗുലൻസിന് പോസിറ്റീവ് ചാർജാ. പോസിറ്റീവ്ലി ചാർജ്ഡ് കൊയാഗുലൻസും കൂടെ റിയാക്ട് ചെയ്ത് ഫ്ലോക്ക് ഫോം ചെയ്യും. ഇത് രണ്ട് റിയാക്ട് ചെയ്ത് ഫ്ലോക്ക് ഫോം ചെയ്യും. അപ്പൊ ഈ ഫ്ലോക്ക് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഫ്ലോക്കുലേഷൻ. ഫ്ലോക്കുലേഷൻ നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോക്കുലേഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് ഇതുവരെ കൊയാഗുലൻസ് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലോക്കിനും ഒരു ചാർജ് ഉണ്ടാവും. അത് പോസിറ്റീവ് ചാർജ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഫ്ലോക്ക് ഫോം ചെയ്തതിന് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. അതിന്റെ ഏകദേശം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.2 ആണ്. 1.2 ആണ് ഫ്ലോക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. എന്നിട്ട് അത് സെറ്റിൽ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കൊയാഗുലൻസ് യൂസ് ചെയ്യണത് ടർബിഡിറ്റി ഗ്രേറ്റർ ദാൻ 40 ppm. 40 ppm കൂടുതൽ ടർബിഡിറ്റി വരുമ്പോഴാണ് നമ്മൾ ഈ കൊയാഗുലൻസ് യൂസ് ചെയ്യണത്. 40 ppm എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ടർബിഡിറ്റി ആയി. അപ്പൊ ടർബിഡിറ്റി കൂടിയ സമയത്ത് ഏകദേശം 40 ppm കൂടുതൽ, ചില സമയത്ത് 50 ppm എന്ന് പറയാറുണ്ട്. 40 ppm കൂടുതൽ ടർബിഡിറ്റി വരുന്ന കേസിലാണ് കൊയാഗുലൻസ് ആഡ് ചെയ്യേണ്ടത്. ഇനി അപ്പൊ ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം കേട്ടോ. ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലായി കാണൂലോ അല്ലെ? ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കണേ. ഫ്ലോക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ലോ മിക്സിംഗ് പ്രോസസ് ആണ്. ഈ കൊയാഗുലൻസിനെ വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ അജിറ്റേഷൻ നടക്കുക, റൊട്ടേഷൻ ഒക്കെ നടക്കില്ല. ഇമ്പല്ലർ ഒക്കെ ഉണ്ട്, ബ്ലേഡ് ഒക്കെ ഉള്ള ഒരു ബേസിനാണ്. അവിടെ ഇങ്ങനെ റൊട്ടേഷൻ നടന്നിട്ട് നമ്മുടെ ഫ്ലോക്ക് ഫോം ചെയ്യും. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യും. അതാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പൊ ഫ്ലോക്ക് ഫോം ചെയ്യുന്നത് വരെയാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലുള്ളത്. സെറ്റിൽ ചെയ്യുന്നത് ഒരു അടുത്ത പ്രോസസ്സാണ്, അത് പറയാം. അപ്പോ സ്റ്റെബിലൈസ്ഡ് അല്ലാത്ത കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൊയാഗുലൻസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഫ്ലോക്ക് ഫോം ചെയ്യും. അതാണ് ഫ്ലോക്കുലേഷൻ. ഇനി അത് ക്യാരി ഔട്ട് ചെയ്യണത് ആ ഒരു
ടാങ്കിന് പറയുന്നതാണ് ഫ്ലോക്കുലേറ്റർ. ഫ്ലോക്കുലേഷൻ നടക്കുന്നത് ഫ്ലോക്കുലേറ്ററിലാണ്. ഇനി ഫ്ലോക്കുലേഷന്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ടർബിഡിറ്റി. നമ്മൾ പറഞ്ഞു കോയാഗുലൻസ് ആഡ് ചെയ്യുന്നത് 40 ppm കൂടുതൽ ടർബിഡിറ്റി ഉള്ളപ്പോഴാണ്. അപ്പൊ ആ ടർബിഡിറ്റിയുടെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആണ് ടർബിഡിറ്റി അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ കോയാഗുലന്റ് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്. ടൈപ്പ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ടർബിഡിറ്റി അതനുസരിച്ച് നമ്മുടെ ഫ്ലോക്കുലേഷന്റെ റേറ്റ് ഡിഫർ ചെയ്യാം. പിന്നെ ടൈപ്പ് ആൻഡ് ഡോസ് ഓഫ് കൊയാഗുലന്റ്, ടൈപ്പ് ആൻഡ് ഡോസ് ഓഫ് കൊയാഗുലന്റ്. അടുത്തത് ടെമ്പറൽ മീൻ വെലോസിറ്റി. ടെമ്പറൽ മീൻ വെലോസിറ്റി ഈ 3 ഫാക്ടേഴ്സിനെയാണ് മെയിൻ ആയിട്ട് ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ടെമ്പറൽ മീൻ വെലോസിറ്റി എന്താന്ന് ഒരു ഡൗട്ട് ഒന്നില്ലേ? ടെമ്പറൽ മീൻ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. അതാണ് മീൻ വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ടെമ്പറൽ മീൻ വെലോസിറ്റി. മീൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഓർ ടെമ്പറൽ മീൻ വെലോസിറ്റി അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഫ്ലോക്കുലേഷൻ എന്താണെന്ന് നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക. എന്നിട്ട് ഫ്ലോക്കുലേഷൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനിലെ ഫസ്റ്റ് പ്രോസസ് ആണ് ഫ്ലോക്കുലേഷൻ. ഫ്ലോക്ക് ഫോം ചെയ്തു, എന്നിട്ട് അതിന് സെറ്റിൽ ചെയ്യണ്ടേ? അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു അടുത്ത ബേസിനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് ക്ലാരിഫയർ എന്ന് പറയുന്നത്. നമ്മുടെ സംഭവം നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്ക് തന്നെയാണ്, സെറ്റിലിംഗ് ടാങ്ക് തന്നെയാണ്. അതിന് വേറൊരു പേര് പറയുന്നു ക്ലാരിഫയർ. അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ക്ലാരിഫിക്കേഷൻ എന്ന് പറയും. ക്ലാരിഫിക്കേഷൻ എന്ന് പറയും. ക്ലാരിഫയർ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ക്ലാരിഫിക്കേഷൻ. അപ്പൊ ക്ലാരിഫയറിൽ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോക്ക് വന്നിട്ട് ഈ ഒരു ചേംബറിലേക്ക് എൻറ്റർ ചെയ്യും, അവിടെ സെറ്റിൽ ആവും, ഫ്ലോക്ക് സെറ്റിൽ ചെയ്യും. അതിനാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ബേസിനെയാണ് നമ്മൾ ക്ലാരിഫയർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഇത് രണ്ട് ചേംബറിലായിട്ടല്ല നടക്കുന്നത്. ഇപ്പൊ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലൊക്കെ ഈ ഫ്ലോക്കുലേഷനും ക്ലാരിഫിക്കേഷനും കൂടെയും ഒന്നിച്ച് നടന്നിട്ട് അതിന് പറയണതാണ് ക്ലാരിഫോക്കുലേഷൻ. ഫ്ലോക്കുലേഷൻ തന്നെ വേറെ ഒന്നുമല്ല, ഇത് രണ്ടും കൂടെ ഒരൊറ്റ ബേസിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ക്ലാരിഫോക്കുലേഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ വെച്ചിട്ട് കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ട് ഫ്ലോക്ക് ഫോം ചെയ്യും. അതിനെയാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഫ്ലോക്ക് ഫോം ചെയ്തിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അടുത്തൊരു ബേസിനിലേക്ക് വിടും. അതിനെയാണ് ക്ലാരിഫയർ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ക്ലാരിഫോക്കുലേഷൻ എന്ന് പറയും. അതോടുകൂടി നമ്മുടെ സെഡിമെന്റേഷൻ എന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഫിൽട്രേഷൻ. അതിനു മുമ്പ് സെഡിമെന്റേഷൻ ടാങ്കിൽ 1-2 നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ലെങ്ത് ടു നമ്മുടെ സെഡിമെന്റേഷൻ ബേസിന്റെ ഒരു 1-2 എലമെന്റ്സും കൂടെ. ലെങ്ത് ടു വിഡ്ത് റേഷ്യോ, അതിന്റെ ഒരു റേഞ്ച്. ലെങ്ത് ടു വിഡ്ത് റേഷ്യോ എന്ന് പറയുന്നത് 3:1 to 5:1 ആണ് വരാറ്. അപ്പൊ അത് സാധാരണ അപ്രോക്സിമേറ്റ്ലി 4:1 ലെങ്ത് ടു വിഡ്ത് റേഷ്യോ കേട്ടോ. വിഡ്ത് ടു ലെങ്ത് അല്ല, ലെങ്ത് ടു വിഡ്ത് റേഷ്യോ 4:1 ആണ്. അതൊരു ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഫ്രീ ബോർഡ് നമ്മൾ കൊടുക്കുന്നത് ജനറലി ആയിട്ട് നമ്മൾ കൊടുക്കാറ് ഒരു 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.5 മീറ്റർ ആണ് ഫ്രീ ബോർഡ് ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ റേഞ്ച് പറയുകയാണെങ്കിൽ 30 to 60 സെന്റിമീറ്റർ, 0.3 to 0.6 മീറ്റർ ആണ് നമ്മൾ ഫ്രീ ബോർഡ് ആയിട്ട് കൊടുക്കാറ്. പിന്നെ വെലോസിറ്റി ഓഫ് ഫ്ലോ. വെലോസിറ്റി ഓഫ് ഫ്ലോ ചോദിക്കാറുണ്ട്. വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ പെർ മിനിറ്റ്. യൂണിറ്റ് നോക്കണം, സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഇത് ചിലപ്പോൾ നമുക്ക് 30.3 മീറ്റർ പെർ മിനിറ്റ് അങ്ങനെ മാറുവാരെ തരും. നിങ്ങൾ ഒരു യൂണിറ്റ് പഠിച്ചിരിക്കുക, കൺവേർഷൻ വന്നാൽ ചെയ്യണം. 30 സെന്റിമീറ്റർ പെർ മിനിറ്റിലാണ് വെലോസിറ്റി ഓഫ് ഫ്ലോ പറയാറ്.
പിന്നെ നമ്മൾ ആ ബോട്ടം സ്ലോപ്സ് റെക്ടാങ്കുലറിന്റെ ടാങ്കിന്റെ കേസിലാണെങ്കിൽ ബോട്ടത്തില് ഒരു എന്താ ഔട്ട് നമ്മുടെ ആ സ്ലഡ്ജ് വന്ന് അടിഞ്ഞിട്ട് അത് അവിടെ കിടക്കണ്ടേ, അല്ലാതെ അത് പോകുമ്പോ ആ ഔട്ട്ലെറ്റ് കൂടെ പാസ് ചെയ്യരുതല്ലോ. നമ്മൾ സ്ലഡ്ജ് ഫോം ചെയ്ത് അവിടെ ഒരു സ്ലോപ്പിലാണ് ആ ബേസിന്റെ ബോട്ടം കിടക്കുന്നത്. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലറിന്റെ കേസില് 1%, സർക്കുലാർ ആണെങ്കിൽ ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് 8% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇമ്പോർട്ടന്റ് ആട്ടോ. പിന്നെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോയും ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മുടെ ബേസിന്റെ ഡെപ്ത് കൊടുക്കുന്നത് 2.5 to 5 മീറ്റർ, അപ്രോക്സിമേറ്റ്ലി 3 മീറ്റർ ഡെപ്ത് ആണ് കൊടുക്കുന്നത്. ഈ ഫാക്ടറും കൂടെ നമ്മൾ ഡിസൈനിന്റെ കൂടെ ചേർത്ത് പഠിച്ചോ. നമ്മുടെ സെഡിമെന്റേഷന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞു. പ്ലെയിൻ സെഡിമെന്റേഷനും കഴിഞ്ഞു, സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷനും കഴിഞ്ഞു. അടുത്ത പ്രോസസ് ആണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനുലാർ മെറ്റീരിയൽസ് കൂടെ നമ്മുടെ വാട്ടറിനെ പാസ് ചെയ്യുക. എന്താ അവിടുത്തെ മീഡിയ എന്ന് പറയുന്നത് സാധാരണ കൊടുക്കുന്നത് സാൻഡ് ആണ്. അപ്പൊ സാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്റർ മീഡിയക്കിടെ വാട്ടറിനെ പാസ് ചെയ്തിട്ട് ഫിൽട്രേഷൻ നടത്തുകയാണ്. അപ്പൊ അവിടെ കൂടുതലായിട്ട് നമ്മുടെ ഒരു ബാക്ടീരിയയുടെ ഒക്കെ കുറച്ച് ഒരു പെർസെന്റേജ് അവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓർഡർ, ടർബിഡിറ്റി, കളറ് അതൊക്കെ നമുക്ക് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. It is a process of passing water through the beds of granular materials. ഗ്രാനുലാർ മെറ്റീരിയൽ ഏതാ? ഗ്രാവലും സാൻഡ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഗ്രാനുലാർ മെറ്റീരിയൽസ് കൂടെ വാട്ടറിനെ പാസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കുവാണ്. അപ്പൊ അവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് കളറ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, കളറ്, ഓർഡർ, അതുപോലെ ടർബിഡിറ്റി, ഇതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് റിമൂവ് ചെയ്യേണ്ടത്. ആൻഡ് സം പാത്തോജനിക് ബാക്ടീരിയ. എല്ലാ സ്റ്റേജിലും കുറച്ച് കുറച്ച് റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കൊളോയിഡലിന്റെ കേസ് തന്നെ ഫൈൻ സസ്പെൻഡഡ് മാറ്റേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തില്ലേ, അവിടെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അതിന് ഇങ്ങോട്ട് എടുത്തിടുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ റിമൂവ് ചെയ്യും. അപ്പൊ കളർ, ഓർഡർ, ടർബിഡിറ്റി, പിന്നെ പാത്തോജനിക് ആയിട്ടുള്ള ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയനെ ഈ ഒരു പ്രോസസ്സിൽ റിമൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ ഫിൽട്രേഷനില് ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആ ഫിൽറ്റേഴ്സ് 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ സാൻഡ് ഫിൽറ്ററും, പിന്നെ ഏതാണ് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സും. രണ്ടാമത്തെ ഏതാണ്? റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ നമ്മൾ SSF എന്നും പറയും, RSF എന്നും പറയും കേട്ടോ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലുള്ള 2 ഫിൽറ്റേഴ്സ് ആണ് സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും. അതില് സ്ലോ സാൻഡ് ഫിൽറ്റർ എല്ലാം നമുക്ക് നോക്കാം. സ്ലോ സാൻഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഫസ്റ്റ് വൺ ആണ് സ്ലോ സാൻഡ് ഫിൽറ്റർ. അവിടുത്തെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞത് ആസ് കമ്പയർഡ് ടു റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ വെരി ലോ ആയിരിക്കും. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 3000 to 6000 liters per hour per meter square. പഠിക്കാട്ടോ. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 3000 to 6000 liters per hour per meter square. ഇനി ബാക്ടീരിയൽ റിമൂവൽ എഫിഷ്യൻസി, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബാക്ടീരിയൽ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് സ്ലോ സാൻഡിന്റെ കേസില്, സോറി ഇതിന്റെ അകത്ത് റേറ്റ് മാറിപ്പോയതാട്ടോ. ഇതിന്റെ അകത്ത് 3000 അല്ല, ഇതിന്റെ അകത്ത് 100 to 200 ഉള്ള ഇത് റാപ്പിഡ് സാൻഡിന്റെ കേസാണ്. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കുറവാന്ന് പറഞ്ഞില്ലേ, അത് 100 to 200 liters per hour per meter square ആണ് സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെ കേസില്. അതുപോലെ തന്നെ ബാക്ടീരിയൽ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെ കേസിലാണ് കൂടുതൽ ബാക്ടീരിയ റിമൂവ് ചെയ്യുന്നത് ഇവരാണ്. about 99% ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി ഈ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിനാണ് കേട്ടോ.
ഇനി നമ്മൾ ഈ നമ്മുടെ സാൻഡ് ലെയറിക്കടെ പല ലെയറൊക്കെ ആയിട്ടായിരിക്കും കൊടുത്തേക്കണത്. അപ്പൊ അതിക്കടെ നമ്മുടെ ഫിൽട്ടർ ചെയ്യാനുള്ള വാട്ടർ ഒക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിന്റെ മുകളില് ഒരു ഓർഗാനിക് മാറ്റർ, ആ ബാക്ടീരിയയുടെ ഒക്കെ ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയർ നമ്മൾ പറയുന്നതാണ് ഡർട്ടി സ്കിൻ. ഡർട്ടി സ്കിൻ അല്ലെങ്കിൽ അതിന് പറയുന്നത് ഷിമ്യൂട്സ് ലെയർ, ഷിമ്യൂട്സ് ഡെക്ക് ലെയർ. സ്പെല്ലിങ് ഷിമ്യൂട്സ് ഡെക്ക് ലെയർ. പിന്നെ വേറൊരു പേര് കൂടെ ഉണ്ട്, സ്ലൈം ലെയർ. സ്ലോസ് ആൻഡ് ഫിൽറ്റേഴ്സിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ എടുക്കുമ്പോൾ അതിന് മേളിൽ ഒരു ബാക്ടീരിയ ഒക്കെ ലെയർ ഫോം ചെയ്യും. ആ ഓർഗാനിക് മാറ്റർ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തൊരു ലെയർ ഫോം ചെയ്യും. ആ ലെയർ ആണ് ഡയർട്ടി സ്കിൻ അല്ലെങ്കിൽ ഷിമ്യൂട്സ് ലെയർ അല്ലെങ്കിൽ സ്ലൈം ലെയർ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ലെയർ, ആ സാൻഡിന്റെ ലെയർ നമ്മൾ സ്ക്രേപ്പർ ഉപയോഗിച്ച് അത് ട്രിം ചെയ്ത് മാറ്റും. അതാണ് ഈ ഒരു സ്ലൗസ് ആൻഡ് ഫിൽറ്ററിന്റെ ക്ലീനിങ്ങിൽ നമ്മൾ നടക്കുന്നത്. എന്നിട്ട് വീണ്ടും ആ ഒരു ലെയർ വേറെ സാൻഡ് വെച്ച് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ഇവര് ക്ലീൻ ചെയ്യണത്. അപ്പൊ ക്ലീനിങ് എങ്ങനെ നടക്കുന്നത്? ക്ലീനിങ് ബൈ സ്ക്രേപ്പിംഗ്. സ്ക്രേപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? ആ മുകളിലത്തെ ലെയർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്ക്രേപ്പിംഗ്. ആ ലെയറിന്റെ പേര് ഓർത്തിരിക്കുക, ഡർട്ടി സ്കിൻ അല്ലെങ്കിൽ ഷിമ്യൂട്സ് ഡെക്ക ലെയർ അല്ലെങ്കിൽ സ്ലൈം ലെയർ. അപ്പൊ ഇതിന്റെ അകത്ത് സ്ലോസ് ആൻഡ് ഫിൽറ്റേഴ്സിന്റെ കേസിൽ ഇത്രയാണ് ഓർത്തിരിക്കാനുള്ളത്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. 100 to 200 liters per hour per meter square ആണുള്ളൂ. പിന്നെ ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. 99% ബാക്ടീരിയ ഇവിടെ റിമൂവ് ചെയ്യും. പിന്നെ ആ മുകളില് ഫോം ചെയ്യുന്ന ആ ഒരു ഫിൽട്ടർ മീഡിയയുടെ മുകളിൽ ഫോം ചെയ്യുന്ന ആ ലെയർ ആണ് ഡർട്ടി സ്കിൻ അല്ലെങ്കിൽ ഷിമ്യൂട്സ് ഡെക്ക ലെയർ അല്ലെങ്കിൽ സ്ലൈം ലെയർ. ഈ ലെയറിനെ എന്താ ട്രിം ചെയ്ത് മാറ്റിയാണ് അതിന്റെ ക്ലീനിങ്. ബൈ സ്ക്രേപ്പിംഗ് ആണ് ക്ലീൻ ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ ആ ലെയർ റിമൂവ് ചെയ്തിട്ട് കുറെയൊക്കെ വാഷ് ചെയ്തെടുക്കും. നമ്മളെ നമുക്ക് കിട്ടാവുന്നതൊക്കെ വാഷ് ചെയ്തെടുക്കും. സാൻഡ് വാഷ് ചെയ്തെടുക്കും, ഗ്രാവലൊക്കെ വാഷ് ചെയ്തെടുക്കും. ബാക്കി അപ്പൊ കുറച്ചൊക്കെ നമ്മള് ആ ഓർഗാനിക് മാറ്ററിനോട് ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവുമല്ലോ, നമുക്ക് എടുക്കാൻ റീഫിൽ ചെയ്യാൻ പറ്റാത്തതുണ്ടോ, അതിന് നമ്മള് വേറെ സാൻഡ് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ഇവിടെ ചെയ്യണത്. ഇനി അടുത്തതാണ് രണ്ടാമത്തെ ഏതായിരുന്നു ഫിൽറ്റർ മീഡിയ? ഫിൽറ്റർ ഏതായിരുന്നു? റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂടുതലാണ്. അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. അവിടുത്തെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 3000 to 6000 ആണ്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 3000 to 6000 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. ഇവിടുത്തെ കേസില് ഈ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആട്ടോ ഇതിനകത്ത് പറയണത്. ഇവിടുത്തെ കേസിൽ ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി മറ്റേതിന്റെ അത്രയും ഇല്ല. ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 90% ഉള്ളൂ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിന്റെ കേസിൽ. അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യണത് എങ്ങനെയാണ്? ഇവിടെ ക്ലീനിങ് ചെയ്യണത് ബാക്ക് വാഷിംഗ്, അജിറ്റേഷൻ ആൻഡ് ബാക്ക് വാഷിംഗ്. നമ്മള് നല്ല ഫോഴ്സിൽ വാട്ടർ അജിറ്റേറ്റ് ചെയ്ത് ബാക്ക് വാഷ് ചെയ്താണ് ഇവിടെ ക്ലീനിങ് ചെയ്യണത് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിന്റെ കേസിൽ. ബാക്ക് വാഷിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൽ ഈ 3 പോയിന്റ്സ് ഓർത്തിരിക്കാം. ഇപ്പൊ നമ്മൾ ഫിൽറ്റർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യണത് എന്താ? ഗ്രാവലില് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സാൻഡിന്റെ ലെയർ ആണ് നമ്മൾ ഇതായിട്ട് ഫിൽറ്റർ മീഡിയ ആയിട്ട് യൂസ് ചെയ്യണത്. അതൊരു ഗ്രാവൽ ബെഡിൽ സപ്പോർട്ട് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഇനി നമ്മള് GT കുറച്ച് പറഞ്ഞിട്ടില്ലേ, എഫക്റ്റീവ് സൈസ് ഒക്കെ, അത് തന്നെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കണം. എഫക്റ്റീവ് സൈസ് D10. D10 എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പെർസെന്റേജ് ഫൈനൽ പാസിംഗ് ത്രൂ ദി സീവ്, അതല്ലായിരുന്നോ? അപ്പൊ എഫക്റ്റീവ് സൈസ് D10. അവിടെ പഠിച്ചത് തന്നെ. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് D60/D10. ഇവിടുത്തെ ആ ഫിൽറ്റർ മീഡിയയുടെ ഒരു സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആട്ടോ. എഫക്റ്റീവ് സൈസ് D10 ആയിരിക്കും. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് D60/D10. D60/D10. ഈ D10 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈസ് ഓഫ് സീവ് ഓഫ് സൈസ് ഇൻ mm through which 10% of sand by mass will pass. എഫക്റ്റീവ് സൈസ്, യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ്. പിന്നെ ഓർമ്മയുണ്ടല്ലോ കോഎഫിഷ്യന്റ് ഓഫ് കർവച്ചർ എന്ന് പറയുന്നത് D30² / D60 × D10.
നമ്മൾ GT പഠിക്കുന്നതാ, അപ്പൊ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ ഇവിടുത്തെ ഫിൽറ്റർ മീഡിയയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തേക്കുന്നതാ. പിന്നെ നമ്മള് സെഡിമെന്റേഷന്റെ കേസിൽ പിന്നെ ഫിൽട്രേഷനിൽ ഓൾറെഡി ഉണ്ട് ഒരു ഫിൽറ്ററും കൂടെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ളതാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും സ്ലോ സാൻഡ് ഫിൽറ്ററും. പിന്നെ ഒരു തേർഡ് വൺ ആയിട്ട് പറയുന്നതാണ് പ്രഷർ ഫിൽറ്റേഴ്സ്. പ്രഷർ ഫിൽറ്റേഴ്സ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ആസ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഒക്കെ തന്നെയാണ്. അത് യൂസ് ചെയ്യണത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറിലാണ് നമ്മുടെ ആ ഒരു ബെഡ് ഇരിക്കണമെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ പ്രഷർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണത്. പിന്നെ ഇവിടെയും ക്ലീനിങ് ഒക്കെ ചെയ്യണത് അണ്ടർ പ്രഷർ, ആ പേര് പറയുന്ന പോലെ തന്നെ അണ്ടർ പ്രഷർ, ആ ഒരു കണ്ടീഷൻ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ വരുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പ്രഷർ ഫിൽറ്റർ യൂസ് ചെയ്യണത്. അത് നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് അല്ലാതെ ടോട്ടൽ ആയിട്ട് ഒരു ഏരിയയിലേക്കുള്ള വാട്ടർ സപ്ലൈ സ്കീമിലൊന്നും ഇത് യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു സ്കൂളിന്റെ കേസിൽ സ്കൂളോ എന്തെങ്കിലും ചെറിയ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഈ പ്രഷർ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യണത്. ഇത് ലാർജ് സ്കെയിലിൽ യൂസ് ചെയ്യാൻ എക്കണോമിക്കൽ അല്ലായിരിക്കും. പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിന്റെ അതേ ഒരു ടൈപ്പിലാണ് ക്ലീൻ ചെയ്യുന്നത്, ബൈ ബാക്ക് വാഷിംഗ്. ക്ലീനിങ് ഓർത്തിരിക്കാം, ബൈ ബാക്ക് വാഷിംഗ്. പിന്നെ റേറ്റ്, ഫിൽട്രേഷന്റെ റേറ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിനേക്കാളും കൂടുതലായിരിക്കും. 6,000 to 15,000 liters per hour per meter square. ഈ ഒരു റേറ്റിലായിരിക്കും ഫിൽട്രേഷൻ വരുന്നത്. ബാക്ടീരിയൽ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് മറ്റേത് രണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. എഫിഷ്യൻസി വെരി പുവർ. പ്രഷർ ഫിൽറ്റർ പേര് പറയുന്ന പോലെ തന്നെ അണ്ടർ പ്രഷർ. പിന്നെ ചെറിയ ചെറിയ വലിയ ലാർജ് ഏരിയസിലേക്ക് ഒന്നും യൂസ് ചെയ്യില്ല, അത് എക്കണോമിക്കൽ അല്ല. നമ്മൾ ചെറിയ ചെറിയ സ്കൂൾ, ഓഫീസസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്, അവിടേക്കാണ് പ്രഷർ ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് സെയിം ആസ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, ബൈ ബാക്ക് വാഷിംഗ് ആണ്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ പക്ഷെ അവിടത്തെക്കാളും കൂടുതലാണ്, 6,000 to 15,000 liters per hour per meter square ആണ്. ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. പ്രഷർ ഫിൽറ്റേഴ്സിന് കേസിൽ അത്ര ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഫിൽറ്റേഴ്സിൽ വരുന്ന ട്രബിള്, മെയിൻ ആയിട്ട് 2 ട്രബിള് ആണ് എപ്പോഴും ചോദിച്ചു കാണുന്നത്. എന്താ പ്രഷർ ഫിൽറ്റർ, നമ്മുടെ സാധാരണ ഫിൽറ്റേഴ്സിൽ എന്ത് ട്രബിളാ വരാൻ ചാൻസ്? ഒരു സാൻഡിന്റെ മീഡിയാണ്. അപ്പൊ വാട്ടർ ഒക്കെ അതിൽ പാസ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തുള്ള എന്താ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കയറി ക്ലോഗിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. കയറി ആ സാൻഡിന്റെ പോഴ്സ് ഒക്കെ അടഞ്ഞിരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ മെയിൻ ആയിട്ട് 2 തരത്തിലാണ് വരുന്നത് ട്രബിൾസ്, ഫിൽറ്റേഴ്സിൽ വരുന്ന ട്രബിൾസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മഡ് ബോൾസ്. എല്ലാ ട്രബിൾസും വരുന്നതും ഈ ഒരു റീസൺ കൊണ്ട് തന്നെയായിരിക്കും. അല്ലെ ഫോർമേഷൻ ഓഫ് മഡ് ബോൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ പോഴ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി ക്ലോഗ് ചെയ്ത് എന്താ അതിനെ കടത്തി വിടാതെ ക്ലോഗിങ് ഒക്കെ സംഭവിക്കില്ലേ, അതിനാണ് ഫോർമേഷൻ ഓഫ് മഡ് ബോൾസ് എന്ന് പറയുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നത് ബാക്ക് വാഷിങ്. നമ്മൾ നല്ല പ്രഷറിൽ വാട്ടർ ബാക്ക് വാഷ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ആ ക്ലോഗിങ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബാക്ക് വാഷിങ്. പിന്നെ വേറെ ഒരു ട്രബിൾ പറഞ്ഞത് എയർ ബൈൻഡിങ്. എയർ ബൈൻഡിങ് ആണ്. അത് ഉണ്ടാവുന്നത് ഡ്യൂ ടു എക്സസീവ് നെഗറ്റീവ് ഹെഡ്സ്. എക്സസീവ് നെഗറ്റീവ് ഹെഡ് പ്രഷർ, നമ്മുടെ ഫിൽറ്റേഴ്സിലെ നെഗറ്റീവ് ഹെഡ് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രബിൾ ആണ് എയർ ബൈൻഡിങ്. ഇനിയും ട്രബിൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ മെയിൻ ആയിട്ട് 2 ഓർത്തിരിക്കാം. ഇത് ഈ എയർ ബൈൻഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെഗറ്റീവ് ഹെഡ്, എക്സസീവ് ആയിട്ട് നെഗറ്റീവ് ഹെഡ് വരുമ്പോഴാണ് അവിടെ എയർ ബൈൻഡിങ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ സെഡിമെന്റേഷൻ പറഞ്ഞപ്പോ കൊയാഗുലൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. കൊയാഗുലൻസ് യൂസ് ചെയ്ത് കൊയാഗുലേഷൻ ഉണ്ടാവും, ഫ്ലോക്ക് ഫോം ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് ഏതൊക്കെയാണ് ആ കൊയാഗുലൻസ് യൂസ് ചെയ്യണേന്ന് കൂടി നോക്കണേ.
കെമിക്കൽ കൊയാഗുലൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാ കൊയാഗുലൻസ്? നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു കൊയാഗുലന്റ് ആണ് ആലം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആലം. ആലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയം സൾഫേറ്റ് ആണ്. അലുമിനിയം സൾഫേറ്റ് ആണ് ആലം എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൊയാഗുലന്റ് ആലം തന്നെയാണ്. ആലത്തിന്റെ ഡോസേജ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ക്ലിയർ വാട്ടറിൽ 5 mg/ലിറ്റർ എന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ടർബിഡിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ കുറച്ച് ഡോസ് മതി, 5 mg/ലിറ്റർ മതി. അതേസമയം ആവറേജ് നോർമൽ ഡോസേജ് എന്ന് പറയുന്നത് ഒരു 17 mg/ലിറ്റർ ആണ്. ഹൈലി ടർബിഡ് ആയിട്ടുള്ള വാട്ടറിലെ ഡോസ് കൂടുതൽ വേണ്ടേ, അപ്പൊ ഒരു 85 mg/ലിറ്റർ ആണ് അവിടുത്തെ ഡോസ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ആലം ചോദിക്കാറുള്ളത് കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൊയാഗുലന്റ് ഏതാണ്? അത് ആലമാണ്. റിമൂവ്സ് കളർ. പിന്നെ ഒന്ന് ചോദിക്കാറുള്ളത് അസിഡിറ്റി കൂടിയെടുത്ത്. ഈ ആലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ആലം അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി. ആലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും, ആൽക്കലിനിറ്റി ഇൻക്രീസ് ചെയ്യും, അസിഡിറ്റി ഡിക്രീസ് ചെയ്യും, ആൽക്കലിനിറ്റി ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആലത്തിന്റെ കേസിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അത് അസിഡിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ pH കുറയും. ആ രണ്ട് പ്രോപ്പർട്ടി ഇവിടെ ഓർത്തിരിക്കാം. ഇനി അടുത്ത കൊയാഗുലന്റ് ആണ് കോപ്രാസ്. അതിന്റെ ഫോർമുല FeSO4 7H2O. അതാണ് കോപ്രാസ്. അത് യൂസ് ചെയ്യുന്നത് നോട്ട് കളേർഡ് റോ വാട്ടർ ദാറ്റ് ആർ നോട്ട് കളേർഡ്. ആ വാട്ടറിലാണ് നമ്മൾ ഈ കോപ്രാസ് യൂസ് ചെയ്യണത്. അതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് ഈ ആലത്തിന്റെ സെയിം ഡോസേജ് ആയിരിക്കും. സെയിം ആസ് ആലം. കളേർഡ് അല്ലാത്ത വാട്ടറിൽ യൂസ് ചെയ്യണതാണ് കോപ്രാസ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത് ക്ലോറിനേറ്റഡ് കോപ്രാസ് ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആലം തന്നെയാണ് കേട്ടോ. ക്ലോറിനേറ്റഡ് കോപ്രാസ് ഇതൊന്നും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കില്ല. കുറെ പ്രാവശ്യം ഇപ്പൊ ഓൾറെഡി PSCക്ക് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ആലം കഴിഞ്ഞിട്ടുള്ള ബാക്കിയൊക്കെ ഇങ്ങോട്ട് പഠിക്കാം. ആദ്യമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആലെങ്കിലും ഓർത്തിരിക്കാം. മൂന്നാമത്തെ ഒരു കൊയാഗുലന്റ് എന്ന് പറയുന്നത് ക്ലോറിനേറ്റഡ് കോപ്രാസ. അറ്റ്ലീസ്റ്റ് അത് എവിടെയാ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്താലും മതി. ക്ലോറിനേറ്റഡ് കോപ്രാസ് എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അത് ലോ pH ഉള്ള റോ വാട്ടറിൽ കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി. റിമൂവ് കളേഴ്സ് ഇൻ ലോ pH ആലം ക്ലോറിനേറ്റഡ് കോപ്രാസ് യൂസ് ചെയ്യണത്. പിന്നെ അടുത്തതാണ് സോഡിയം അലുമിനേറ്റ് യൂസ് ചെയ്യണത് ഫോർ ട്രീറ്റിംഗ് ബോയിലർ ഫീഡ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് സോഡിയം അലുമിനേറ്റ്. അതിന്റെ ഫോർമുല ഒക്കെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത മഗ്നീഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യണത് നമ്മുടെ ഒരു ടർബിഡിറ്റി എന്ന് പറയുന്നത് 10 to 25 mg/ലിറ്റർ. ആ ഒരു ടർബിഡിറ്റി റേഞ്ചിലേക്ക് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ നേരത്താണ് നമ്മൾ ഈ ഒരു മഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ കൊയാഗുലന്റ് യൂസ് ചെയ്യുന്നത്. ടു ഡിക്രീസ് ഓർ റെഡ്യൂസ് ടർബിഡിറ്റി ടു 10 to 25 mg/ലിറ്റർ. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ മഗ്നീഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 5 കൊയാഗുലൻസ് ആണ് ഉള്ളത്. ആലം ഓർത്തിരിക്കുക, കളേർഡ് വാട്ടറിൽ യൂസ് ചെയ്യണതും, പിന്നെ അതുപോലെ തന്നെ അസിഡിറ്റി, നമ്മൾ ആലം യൂസ് ചെയ്യുമ്പോൾ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി കോപ്രാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളേർഡ് അല്ലാത്ത റോ വാട്ടറിൽ യൂസ് ചെയ്യുന്നത് കോപ്രാസ്. ക്ലോറിനേറ്റഡ് കോപ്രാസ് ലോ pH ഉള്ള വാട്ടറിന്റെ കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോഡിയം അലുമിനേറ്റ് യൂസ് ചെയ്യുന്നത് ബോയിലർ ഫീഡ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മഗ്നീഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നത് 10 to 25 mg/ലിറ്റർ. ആ ഒരു ലെവലിലേക്ക് ടർബിഡിറ്റി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ട കേസിലാണ് ഈ ഒരു കൊയാഗുലന്റ് യൂസ് ചെയ്യുന്നത്. ആലം സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കാം.
നമ്മുടെ അപ്പൊ 4 സ്റ്റേജ് കഴിഞ്ഞു. നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് 4 സ്റ്റേജ് കഴിഞ്ഞു. ഇനി അടുത്താണ് ഡിസ്ഇൻഫെക്ഷൻ. ഡിസ്ഇൻഫെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ടൈം ആയില്ലോ. ഡിസ്ഇൻഫെക്ഷൻ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നാളെയും കൊണ്ട് വാട്ടർ സപ്ലൈ തീർക്കണം. അടുത്ത ദിവസം നമുക്ക് സാനിറ്ററി തുടങ്ങണം. നാളെ നമ്മുടെ പോർഷൻസ് തീരുള്ളൂ. ഡിസ്ഇൻഫെക്ഷൻ നമുക്ക് നാളെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ക്രീനിങ് പറഞ്ഞു. സ്ക്രീനിങ് എന്തായിരുന്നു? ഫ്ലോട്ടിംഗ് ബോഡീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി 2 സ്ക്രീൻ വെച്ചിട്ട്, ഏതൊക്കെയാ? കോർ സ്ക്രീനും ഫൈൻ സ്ക്രീനും വെച്ചിട്ട് ആദ്യം കോർ സ്ക്രീൻ പ്ലേസ് ചെയ്യും, ലാർജ് ഫ്ലോട്ടിംഗ് ബോഡി റിമൂവ് ചെയ്യും, പിന്നീട് ഫൈൻ സ്ക്രീൻ വെച്ചിട്ട് കുറച്ചും കൂടെ കുറഞ്ഞ സൈസുള്ള ഫ്ലോട്ടിംഗ് ബോഡീസിനെ റിമൂവ് ചെയ്യും. അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻക്ലിനേഷനിലാണ് നമ്മുടെ ആ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്യുന്നത്. 45 to 60 ഡിഗ്രി ഇൻക്ലിനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്തായിരുന്നു? അവിടുത്തെ വെലോസിറ്റി പെർമിറ്റ് ചെയ്തേക്കുന്നത് 0.8 to 1 meter per second അല്ലെങ്കിൽ 0.75 meter to 1 meter per second. ആ ഒരു റേഞ്ചിലാണ് വെലോസിറ്റി നമ്മൾ പെർമിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങനെ സ്ക്രീനിങ് കഴിഞ്ഞു, ഫ്ലോട്ടിംഗ് ബോഡീസിനൊക്കെ റിമൂവ് ചെയ്തു. അടുത്ത പ്രോസസ് എന്തായിരുന്നു? സെഡിമെന്റേഷൻ. ഫസ്റ്റ് പ്രോസസ് ആണ് പ്ലെയിൻ സെഡിമെന്റേഷൻ. പ്ലെയിൻ സെഡിമെന്റേഷനിൽ നമ്മൾ സസ്പെൻഡഡ് ആയിട്ടുള്ള ലാർജ് സസ്പെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യണം. അതൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തതാണ്. ആ പ്രിൻസിപ്പിളാണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. സ്റ്റോക്സ് ലോ എന്താ ഡിഫൈൻ ചെയ്തേക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യും. ആദ്യം സെറ്റിൽ ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന ആ ഫിനോമിനയ്ക്ക് പറയുന്നതാണ് ഹൈഡ്രോളിക് സബ്സിഡൻസ്. പിന്നെ നമ്മുടെ സെറ്റിംഗ് വെലോസിറ്റി, സ്റ്റോക്സ് ലോ അനുസരിച്ചുള്ള സെറ്റിംഗ് വെലോസിറ്റിയുടെ ആ ഫോമുല പഠിക്കണം. പിന്നെ നമ്മൾ സെഡിമെന്റേഷനിൽ എന്താ പറഞ്ഞത്? ഒരു 60% ബാക്ടീരിയ ഒക്കെ അവിടെ റിമൂവ് ചെയ്യും. അങ്ങനെ സെഡിമെന്റേഷൻ കഴിഞ്ഞു. അവിടെ റിമൂവ് ചെയ്യാത്ത ഫൈൻ ആയിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസും കൊളോയിഡൽ പാർട്ടിക്കിൾസും അടുത്ത സ്റ്റേജിലേക്ക് വിടും. അത് ഏതായിരുന്നു? സെഡിമെന്റേഷൻ എയ്ഡ് വിത്ത് കൊയാഗുലേഷൻ. അവിടെ കൊയാഗുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയാഗുലന്റ് ആഡ് ചെയ്തിട്ട് ഒരു ഫ്ലോക്ക് ഫോം ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അത് ഈ സ്റ്റേജിൽ ഫ്ലോക്കുലേഷനും ക്ലാരിഫിക്കേഷനും അങ്ങനെ 2 പ്രോസസ്സിന്റെ കോമ്പിനേഷൻ ആണ്. ഫ്ലോക്കുലേഷനിൽ ഫ്ലോക്ക് ഫോം ചെയ്യും. ആ ഫ്ലോക്ക് ഫോം ചെയ്തിട്ട് അടുത്ത ഒരു ബേസിനിലേക്ക് അതിനെ കടത്തി വിട്ടിട്ട് അതിന് പറയുന്നതാണ് ക്ലാരിഫയർ. അവിടെ സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടിനെയും കൂടെ ഒന്നിച്ച് നടക്കുവാണെങ്കിൽ അതിനെ ഫ്ലോക്കുലേഷൻ എന്ന് പറയും. ഈ സെഡിമെന്റേഷൻ എയ്ഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കേസിലൊക്കെ ഉണ്ടല്ലോ, പ്ലെയിൻ സെഡിമെന്റേഷൻ നടത്താതെ ചില കേസിൽ കൊയാഗുലേഷൻ ആൻഡ് മിക്സിംഗ് എന്ന് പറഞ്ഞ ഒറ്റ പ്രോസസ് ആയിട്ട് നടത്താറുണ്ട്. മനസ്സിലായോ? വെച്ചാൽ പ്ലെയിൻ സെഡിമെന്റേഷൻ ഉണ്ടാവില്ല ചില ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ. ഒരൊറ്റ അടിക്ക് കൊയാഗുലേഷൻ ആൻഡ് മിക്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കും. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇപ്പൊ PSCയുടെ ഒക്കെ ആൻസർ കീയിൽ ചിലപ്പോൾ കൊടുത്തേക്കുന്നത് ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത് ഏതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് ചോദിച്ചു കൊടുക്കും. അതിന്റെ അകത്ത് സെഡിമെന്റേഷൻ ഉണ്ടാവും, കൊയാഗുലേഷൻ ആൻഡ് മിക്സിംഗ് ഉണ്ടാവും, ഫിൽട്രേഷൻ ഉണ്ടാവും, ഡിസ്ഇൻഫെക്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ സെഡിമെന്റേഷൻ ആണ് റൈറ്റ് ആൻസർ. പക്ഷെ നമ്മുടെ PSCയുടെ ആൻസർ കീയിൽ അവർ തിരുത്തിയിട്ടില്ല. എപ്പോഴും വരാറ് കൊയാഗുലേഷൻ ആൻഡ് മിക്സിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. അത് ഈ ഒരു റീസൺ കൊണ്ടായിരിക്കും ചില ട്രീറ്റ്മെന്റ് പ്ലാനിലൊക്കെ നമ്മൾ ഒറ്റയടിക്ക് പ്ലെയിൻ സെഡിമെന്റേഷൻ നടത്താതെ കൊയാഗുലേഷൻ ആൻഡ് മിക്സിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ് നടത്തും. അതുകൊണ്ടായിരിക്കും. ഇനി പിന്നെ കൊയാഗുലേഷൻ മിക്സിംഗ് ആ ഒരു പ്രോസസ് കഴിഞ്ഞാൽ അടുത്താണ് ഫിൽട്രേഷൻ. അവിടെ 2 ഫിൽട്ടർ ഉണ്ട്, റാപ്പിഡ് സാൻഡും സ്ലോ സാൻഡും. സ്ലോ സാൻഡ് വെച്ചാൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കുറവാണ്, 100 to 200 liters per hour per meter square ഉള്ളൂ. പിന്നെ അവിടെ ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി പക്ഷെ കൂടുതലാണ്, 99% ബാക്ടീരിയ റിമൂവ് ചെയ്യും. പിന്നെ എന്താണെന്ന് പറഞ്ഞേ? ക്ലീനിങ് ബൈ സ്ക്രേപ്പിംഗ് ആണ്. അവിടെ ഫോം ചെയ്യുന്ന ആ മുകളിലത്തെ ലെയറിന് പറയുന്നത് ഷിമ്യൂസിലേക്ക് ലെയർ അല്ലെങ്കിൽ ഡേർട്ടി സ്കിൻ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറയും. പിന്നെ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂടുതലായിരിക്കും, ഏകദേശം 3000 to 6000 liters per hour per meter square ആണ് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആ യൂണിറ്റ് പഠിക്കുക കേട്ടോ. പിന്നെ അവിടെ എന്താ? റേറ്റ് ഓഫ് ഫിൽട്രേഷനിൽ ബൈ ബാക്ക് വാഷിംഗ് ആണ് ക്ലീനിങ്, 90% ബാക്ടീരിയ ആണ് റിമൂവ് ചെയ്യുള്ളൂ. പിന്നെ പ്രഷർ ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ തന്നെയാണ്, ഹൈ പ്രഷറിൽ അത് വർക്ക് ചെയ്യണത്. അതെന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്ലാന്റ്സിലൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണത്. അങ്ങനെ പിന്നെ അവിടുത്തെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എത്രയാണെന്ന് കുറവായിരുന്നു, 6000 to 15000 liters per hour per meter square ആണെന്ന് തോന്നുന്നു അല്ലെ. പിന്നെ അങ്ങനെ പ്രഷർ ഫിൽട്രേഷനിലും ക്ലീനിങ് ബൈ ബാക്ക് വാഷിംഗ് തന്നെയായിരുന്നു. നമ്മുടെ ഫിൽട്രേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ സെഡിമെന്റേഷൻ യൂസ് ചെയ്ത കൊയാഗുലൻസിന്റെ പറഞ്ഞു, 5 കൊയാഗുലൻസ് ആലം ഓർത്തിരിക്കുക. അത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നാളെ നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ എടുക്കണം. പിന്നെ പമ്പ് ഉണ്ട്, ഇനി വാൽസ് ഉണ്ട്, സിസ്റ്റം മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ലേഔട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഒരു 3-4 ടോപ്പിക് ഉണ്ട്, നാളെ തീർക്കാന്ന് ഓർക്കുന്നു കേട്ടോ. വാട്സാപ്പിൽ നാളെ തീർക്കാം, സാനിറ്ററി തുടങ്ങണം.
പിന്നെ ഇതിനകത്ത് പ്രോബ്ലം ഞാൻ പ്രോബ്ലം ഒന്നിച്ച് തരാം കേട്ടോ. അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 ടോപ്പിക്കിൽ നിന്നാണ് പ്രോബ്ലം ഉള്ളത്. അത് ഞാനിപ്പോ ഏതൊക്കെ പറഞ്ഞു, ഹാർഡ്നെസിന്റെ മാത്രം പ്രോബ്ലം പറഞ്ഞോളൂ അല്ലെ. ഇതിന്റെ പ്രോബ്ലം ഞാൻ നാളെ പറയാം കേട്ടോ. ഡീറ്റൻഷൻ പീരീഡിന്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ആ സെഡിമെന്റേഷൻ ടാങ്കിൽ ഡിസൈൻ എലമെന്റ്സിൽ 3 പറഞ്ഞില്ല, അതിൽ ഒരു പ്രോബ്ലം ഉണ്ട്, 2 പ്രോബ്ലം ഉണ്ട്. ഞാൻ പറയാട്ടോ നാളെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേരാ കേട്ടോ. നാളെ ആണെങ്കിലും ചോദിച്ചേരാ. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.